കർത്താവിൻ്റെ കൃപയിൽ നമ്മൾ നിലനിർത്തുവാനും പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം നമുക്ക് തേടി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ വേദനകളിലൊക്കെ നമ്മെ ശക്തിപ്പെടുത്തുന്നതാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം തേടി നമ്മൾക്ക് വേണ്ടി, നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഏത് കാര്യമായാലും പോകുമ്പോൾ പ്രാർത്ഥനയിൽ ആയിരിക്കും, പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ, വിശുദ്ധ കുർബാനയിൽ ഒക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ നിയോഗം ഉണ്ടാകണം. നമ്മുടെ നിയോഗം ദൈവസന്നിധി സമർപ്പിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. കർത്താവിൻ്റെ മുൻപിൽ നമ്മുടെ നിയോഗങ്ങളുമായിട്ട് നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ നിയോഗങ്ങളൊക്കെ നമ്മുടെ മനസ്സിലോർക്കാം. പ്രത്യേകിച്ച് ആ നിയോഗങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പരിശുദ്ധ ദൈവമാതാവിൻ്റെ വലിയ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, യേശു മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരായി തീരുവാൻ യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമുക്ക് ആദ്യം ഒരു വചനഭാഗം വായിച്ചു തുടങ്ങാം. വചനഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ്. കർത്താവിൻ്റെ മരുഭൂമിയിലെ പരീക്ഷയെക്കുറിച്ചാണ് ഇവിടെ പറയുക. നമുക്ക് ശ്രദ്ധയോടെ വചനം കേൾക്കാം. പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അപ്പോൾ അവന് വിശന്നു. പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നതെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പന നൽകും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് കൂടി എഴുതപ്പെട്ടിരിക്കുന്നു. വീണ്ടും പിശാച് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വം അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക, എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൈവദൂതന്മാർ അടുത്ത് വന്ന് അവനെ ശുശ്രൂഷിച്ചു. സ്നേഹമുള്ളവരെ, ഇന്ന് നിങ്ങളുടെ മുൻപിലായിരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുക, ദൈവത്തിൻ്റെ കരുണയിൽ, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് നമ്മുടെ മുന്നേ ആയിരിക്കും. അങ്ങനെ മാത്രമേ ആകാവുന്നതാണ് എൻ്റെ ആഗ്രഹം. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകത്തില്ല, അല്ലേ? പരിശുദ്ധാത്മാവ് എന്തെങ്കിലുമൊക്കെ നമുക്ക് എല്ലാവർക്കും തരും. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറും. പരിശുദ്ധാത്മാവ് ആണ് നമ്മൾക്ക് വരദാനങ്ങൾ കൊണ്ട് നമ്മളെ നിറയ്ക്കുക. അപ്പോൾ സഭ എത്ര നോമ്പാണ്, നോമ്പ് ഉണ്ടല്ലേ, ഒത്തിരി നോമ്പുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് നോക്കണമെന്ന്, അതായത് കൃത്യമായിട്ട് നമ്മൾ നോമ്പെടുക്കണമെന്ന് നിഷ്കർഷിക്കുന്ന എത്ര നോമ്പുകളെ? 3 നോമ്പ്. അതിലെത്ര ഏതൊക്കെയാണെന്ന് പറയാം? 25 നോമ്പ്. വളരെ കറക്റ്റാണ്, അല്ലേ? ചോദ്യത്തിന് പരിപാടി അല്ലെങ്കിലും വളരെ കറക്റ്റാണ്. അതായത് ഇത് പ്രധാനപ്പെട്ടത് ഇതെങ്കിലും നോക്കണമെന്ന് ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞല്ലേ. അതിനപ്പുറം പ്രധാനപ്പെട്ട ഏറ്റവും കാര്യം എന്നത്, ഈ നോമ്പിലൂടെ നമ്മളിപ്പോൾ കടന്നു പോവുകയാണ്. നിങ്ങൾ നോമ്പിനെ കുറിച്ചൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ടാവും, നോമ്പ് എങ്ങനെ നോക്കണമൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ നോമ്പ് നമ്മൾ എടുക്കുമ്പോൾ ഈ നോമ്പിനോട് ചേർത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? വർജന, അല്ലേ? വർജിക്കാൻ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും വർജിക്കേണ്ടത്? മത്സ്യം, മാംസം, മുട്ടയുണ്ട്. ഇപ്പം സയന്റിഫിക്കായിട്ടൊക്കെ പറഞ്ഞൊരു വലിയ വിഷയം അതില്ലേ. ഞാൻ ഈ സയന്റിഫിക് ഇല്ലേ, നിങ്ങൾക്ക് അറിയായിരിക്കും അതൊരു, കാരണം മുട്ട വെജാണെന്നൊക്കെ പറഞ്ഞ ഒരു രീതിയില്ലേ, സയന്റിഫിക്കായിട്ടൊക്കെ നോക്കുമ്പോൾ അങ്ങ് ഒരു വലിയ ശാസ്ത്രവേഷം. അതെങ്കിലും സഭ ഇങ്ങനെ പറഞ്ഞു വെക്കുക, എന്താണ് ഈ നോമ്പിന് ഇത് വർജന. ചില കാര്യങ്ങൾ അല്ലേ നമ്മൾ വർജിക്കുമ്പോൾ അതെന്ത് ചെയ്യും? ചില കാര്യങ്ങൾ വർജിക്കുമ്പോൾ എന്ത് പറ്റും? നമുക്ക് ഒത്തിരി അനുഗ്രഹം പ്രാപിക്കും. എന്ന് പറഞ്ഞാൽ ഇത് കൊള്ളാത്തതുകൊണ്ടോ, ശരീരത്തിന് കൊള്ളാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ തെറ്റായതുകൊണ്ടല്ല, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, പ്രിയപ്പെട്ടതൊക്കെ വർജിക്കുവാനും, അതുപോലെ തന്നെ എന്താ, നമ്മൾ ബുദ്ധിമുട്ടായിട്ട് എടുക്കുന്നതിനൊക്കെ
അനുഗ്രഹമായിട്ട് നേടേണ്ട ആവശ്യം അല്ലേ? പ്രാർത്ഥനയൊക്കെ ഒത്തിരി ഇരിക്കുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ആകെപ്പാടെ പ്രാർത്ഥിക്കാറുള്ള എപ്പോഴാണ്? രാവിലെയും വൈകിട്ടുമാണ്, തുറന്നു പറഞ്ഞാൽ. പിന്നെ പള്ളിയിലൊക്കെ എന്തെങ്കിലും പെരുന്നാൾ വന്നാൽ എന്ത് ചെയ്യും? പ്രാർത്ഥന ആ സമയത്തും കൂടും അല്ലേ? അല്ലാതെ നമ്മുടെ പിതാക്കന്മാരൊക്കെ ഞാൻ ശ്രദ്ധിച്ചത് മലങ്കരയുടെ നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് നമ്മുടെ പിതാക്കന്മാരൊക്കെ വരുമ്പോഴാണല്ലോ 3-ാം മണി അല്ലേ, 6-ാം മണി 9-ാം മണിയൊക്കെ പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ സ്നേഹമുള്ളവർ, ഈ ഒരു പ്രാർത്ഥനയുടെ കാലഘട്ടം പ്രത്യേകിച്ച് സഭ നമ്മോട് പറയുന്ന ഒരു കാലഘട്ടമാണ് എന്ത്? നോമ്പ്. ഉപവാസം എന്ന് പറഞ്ഞാൽ എന്താ? ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോടു കൂടെ വസിക്കുക, അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ അരികെ വസിക്കുക, കൂടെ വസിക്കുക എന്നതാണ്. അപ്പോൾ ഈ നോമ്പിൽ നമ്മൾ ചിന്തിക്കുക, ഈ പ്രധാനപ്പെട്ട ഈ നോമ്പ് നമ്മൾ നോക്കുമ്പോൾ ഇതിനെന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു ചരിത്രവശം എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ചരിത്രവശത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നോമ്പിനെ? ഓക്കെ, എന്നാൽ ഞാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെങ്കിലും ഒന്നും കൂടെ ആ ഒരു രീതിയിൽ ഞങ്ങളോട് പറയാനാണ് ആഗ്രഹിക്കുക. നമ്മൾ എടുക്കുക പ്രധാനപ്പെട്ടും നോമ്പ് 3 നോമ്പ്, അതുപോലെ തന്നെ 8 നോമ്പ്. ഇതിന് 2 ചരിത്രവർഷം ആണ്. നിങ്ങളൊരു വിഷയം കേട്ടിട്ടുണ്ടാകാം. അതിൻ്റെ ഒരു കാര്യം ഒരിക്കൽ കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ. 3 നോമ്പിന്റെ ചരിത്രവർഷം എന്താണ്? യോനാ പ്രവാചകൻ മത്സ്യത്തിമിംഗലത്തിന്റെ വയറ്റിലായിരുന്നു. അത് 3-ാം നാള് ഛർദ്ദിച്ച് അങ്ങനെ എന്ത് ചെയ്തു? നിനിവേ നിവാസികളെല്ലാം മാനസാന്തരപ്പെട്ടു അല്ലേ? തീർച്ചയായിട്ടും അത് വലിയ നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രായശ്ചിത്തത്തിൻ്റെയും ഒക്കെ കാലഘട്ടം, പ്രത്യേകിച്ച് സമയമായിട്ട് സഭ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഒരു മിഡിൽ ഈസ്റ്റിൽ നമുക്കറിയാം. മിഡിൽ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇറാഖ്, അതുപോലെ തന്നെ പിന്നെ ഇവിടെയൊക്കെ സ്ഥലങ്ങളാണ്. ഓക്കെ, ഇറാഖ്, അതുപോലെ ലെബനാൻ ഏരിയ വരുന്ന സ്ഥലങ്ങളൊക്കെയാണ് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുക. അപ്പോൾ ഈ സ്ഥലത്ത് ഒരു കാലഘട്ടത്തിൽ, അതായത് AD 540 വർഷങ്ങളിൽ എന്തുണ്ടായി? വലിയ പ്ലേഗ് ഉണ്ടായി അല്ലേ? പ്ലേഗ് എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധി ഉണ്ടായി. അപ്പോൾ ഈ പകർച്ചവ്യാധി ഉണ്ടായപ്പോൾ ജനങ്ങളെല്ലാം എന്ത് ചെയ്തു? അനേക ആളുകൾ മരിച്ചു. അതായത് നമുക്കറിയാം, കൊറോണ വന്ന അനേകർ മരിച്ചില്ലേ? അന്നേരം നമ്മുടെ ശാസ്ത്രീയമായി പെട്ടെന്നൊരു ഉത്തരം എന്തായിരുന്നു? അത് ഒരിക്കലും ആദ്യത്തെ സമയത്ത് നമ്മൾ പേടിക്കും അല്ലേ? കാരണം മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇതെല്ലാം മനുഷ്യരെല്ലാം മരിച്ചു പോകുന്നില്ല. എപ്പോഴും സത്യത്തിൽ കൊറോണയുടെ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ മനുഷ്യർ മരിക്കുന്നുണ്ടോ? പക്ഷെ അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ യുക്തിയുടെ തലമുണ്ട്, ശാസ്ത്രീയ വശമുണ്ട്. പക്ഷെ അതിനപ്പുറം ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങളുടെ, അടയാളങ്ങളുടെയും ദൈവത്തിന്റെ വലിയ സംരക്ഷണത്തിന്റെ ഒരു വലിയ മാതൃകയുണ്ട്. അത് ലോകത്തിൽ പല കാലഘട്ടങ്ങളിൽ ചരിത്രങ്ങളിലൊക്കെ ദൈവം നമ്മെ കാണിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഇതുപോലെ ഞാൻ നിങ്ങളോട് ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ഈ ചരിത്ര കാലഘട്ടം, പ്രത്യേകിച്ച് 540 ശേഷം ആ സമയത്ത് ഈ പ്ലേഗ് ബാധിച്ചപ്പോൾ, പ്രത്യേകിച്ച് പകർച്ചവ്യാധി ഇങ്ങനെ പടരുകയാണ്, അതിനൊരു അറുതിയില്ല എന്ന് പറഞ്ഞാൽ അതിന് നിൽക്കുന്നില്ല എന്ന അവസ്ഥയിൽ എന്ത് ചെയ്തു? ജനങ്ങളെല്ലാം എന്ത് ചെയ്തു? അവരൊരുമിച്ച് പള്ളിയിൽ കൂടി അവരെന്ത് ചെയ്തു? ഒരു കാര്യം തീരുമാനിച്ചു, ഒരുമിച്ച് നമുക്ക് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അങ്ങനെ ഇവരൊരുമിച്ച് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തപ്പോൾ 3 ദിവസം ഇവർ പ്രാർത്ഥിച്ചു. അങ്ങനെ 3-ാം ദിവസമായപ്പോൾ എന്ത് പറ്റി? ഈ പകർച്ചവ്യാധി കുറയുന്നതായിട്ട് ഒറ്റ ദിവസം കൊണ്ട് കാണാൻ സാധിക്കത്തില്ല. ഇങ്ങനെ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? ഇത് കുറയുന്നതായിട്ട് കാണാൻ സാധിച്ചു. അങ്ങനെ 3-ാം ദിവസം ഇവരെന്ത് ചെയ്തു? അങ്ങനെ ഒരു ചരിത്രം കൂടി എന്തുണ്ട്? ഈ 3 നോമ്പിനൊരു ചരിത്രവശമുണ്ട്. അതായത് യോനാ പ്രവാചകന്റെ നോമ്പ് ആ ഒരു രീതിയിൽ നമ്മൾ നോമ്പെടുക്കുക. അതോടൊപ്പം തന്നെ സഭയിൽ ചരിത്രത്തിൽ ഇങ്ങനെ സഭ അതിനുശേഷം എന്ത് ചെയ്തു? സഭ തുടർച്ചയായിട്ട് ഇങ്ങനെ നോമ്പ് നോക്കുന്ന പ്രത്യേകിച്ച് ഒരു രീതികൾ സഭയിൽ പ്രബലമാവുകയും ചെയ്തു. ഇത് 3 നോമ്പിന്റെ ഒരു കാര്യം. സ്നേഹമുള്ളവർ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നത്, നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എല്ലാത്തിനും നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലായാലും എന്താണ്, എല്ലാത്തിൻ്റെതായ കാര്യങ്ങൾക്ക് എന്തുണ്ട്? ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളുണ്ട്. ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ എന്താണ്? അത് ശരിയാണ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ ഈ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾക്കും അപ്പുറം എന്താണ്? ദൈവത്തിന്റെ ഒരു കരവലയം നമ്മുടെ കൂടെയുണ്ട്. ഈ ദൈവിക കരവലയം നമ്മുടെ കൂടെ ഉണ്ട്. കാരണം അതിനെക്കുറിച്ച് സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനി ഭാവിയിൽ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ ഒത്തിരി ഉണ്ടാകും അല്ലേ? പക്ഷെ ദൈവത്തിന്റെ കാര്യങ്ങൾ അതൊക്കെ എന്താണ്? സുരക്ഷിതമാണ് അല്ലേ? ഇപ്പോഴത്തെ അനുസരിച്ച് നിങ്ങളുടെ പഠനങ്ങൾക്ക് അനുസരിച്ച് എന്താണ്? പ്രത്യേകിച്ച് ആത്മാവ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നൊക്കെ ഇല്ലേ? ശാസ്ത്രീയമായി ഇങ്ങനെ ഗവേഷകർ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമൊക്കെയാണ്. പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊക്കെ പഠനങ്ങൾ നടക്കുന്ന കാലഘട്ടമാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ദൈവത്തിന്റെ അനുഗ്രഹത്തിന് കീഴിൽ നമ്മൾ എപ്പോഴും എന്താണ്?
സുരക്ഷിതരാണ്. ഈ നിനിവെ നോമ്പ് നമ്മൾ ഓർക്കുമ്പോൾ 3 നോമ്പ് നമ്മെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്. ചരിത്രത്തിൽ ദൈവം തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ രക്ഷിച്ച ഒരു വലിയ ചരിത്രം ഇതിലുണ്ട്, ഈ നിനിവെ നോമ്പിലുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, പ്ലേഗ് ബാധിച്ചപ്പോൾ അന്നത്തെ ആ സാഹചര്യങ്ങളിൽ അത് ഒരിക്കലും മാറ്റുവാൻ പറ്റാത്ത, അല്ലെങ്കിൽ അതിനെ തരണം ചെയ്യുവാൻ സാധിക്കില്ലെന്ന് മനുഷ്യർ മനസ്സിലാക്കി എന്ത് ചെയ്തു? മനുഷ്യർ ഒരുമിച്ച് ദൈവത്തെ ആശ്രയിക്കുകയും ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ എന്ത് പറ്റി? ഒരു മരുന്നുമില്ലാതെ അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയ വശമില്ലാതെ തന്നെ എന്ത് ചെയ്തു? അതിനെ അതിജീവിക്കാൻ മനുഷ്യന് സാധിച്ചു. എന്ന് പറഞ്ഞ നാളെ തൊട്ട് അസുഖം വന്നാൽ ഡോക്ടറെ കാണണ്ടെന്നാണോ? അല്ല. അത് സഭ പറയുന്നൊരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് സഭ പഠിപ്പിക്കും, ശാസ്ത്രവും മതവും എന്താണ്? ഒരുപോലെ പരസ്പര പൂരകങ്ങളാണ്. വിശ്വാസവും ശാസ്ത്രവും പരസ്പര പൂരകങ്ങളാണ്. അതൊരിക്കലും മാറ്റി നിർത്തി പഠിക്കേണ്ടതല്ല. പക്ഷേ നമ്മുടെ അസാധ്യതയിൽ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി രൂപപ്പെടുമ്പോൾ അതിനെ മറികടക്കുവാൻ നമുക്ക് സാധിക്കില്ലെന്ന് ഉറപ്പുള്ളപ്പോൾ എന്ത് ചെയ്യും? ദൈവത്തിന്റെ കരം അവിടെ ഉണ്ടാവും. അതാണ് നമ്മുടെ ഉറപ്പ്. അല്ലാതെ ഒരിക്കലും നമ്മൾ ഞാൻ ഇപ്പം പറഞ്ഞതുപോലെ മരുന്ന് വേണ്ടാന്ന് വെക്കല്ല. ഇതെല്ലാം ദൈവത്തിന്റെ വൈദ്യനിലൂടെ പ്രവർത്തിക്കുന്ന ആരാണ്? നമ്മുടെ വിശ്വാസത്തില് കർത്താവാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ചില യുക്തി നമ്മുടെ യുക്തിയൊക്കെ ചിലപ്പോൾ അവസാനിക്കുക, യുക്തിയുടെ ചിന്തകളൊക്കെ ചിലപ്പം ഒരു ഉത്തരമില്ലാതെ പല ചിന്തകളിലൂടെ കടന്നു പോകും. പിന്നെ അവസാനം ഒരു ഉത്തരമില്ലാതെ നമ്മുടെ യുക്തി അവസാനിക്കുന്ന സ്ഥലത്ത് അവിടെ എന്ത് ചെയ്യും? വിശ്വാസം ആരംഭിക്കണം. അവിടെ വിശ്വാസം ആരംഭിക്കുന്നത് ചെയ്യും? നമ്മൾ ദൈവത്തെ ആശ്രയിക്കുവാൻ സാധിക്കും. അവിടെ ഈ ദൈവത്തെ ആശ്രയിക്കുമ്പോൾ എന്ത് പറ്റും? ദൈവം നമ്മിലേക്ക് ഇടപെടും. ഇന്ന് നമ്മൾ വായിച്ചൊരു ഇന്നത്തെ വചനഭാഗം ഏതായിരുന്നു? കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയത്. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കർത്താവ് അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു, മോനെ നിനക്ക് സുഖമാകാൻ ആഗ്രഹം ഉണ്ടെന്നാണ് ചോദിക്കുന്നത്? അല്ല, പിന്നെന്താണ്? അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. സ്നേഹമുള്ളവരെ, ഇവിടെ പറഞ്ഞു വെക്കുന്ന കാര്യമുണ്ട്. നോമ്പ് എന്നത് എന്താണ്? നോമ്പ് എല്ലാവരും എടുക്കുന്നു, പക്ഷെ എൻ്റെ വ്യക്തിപരമാണ് നോമ്പല്ലേ. ഇത്രയും പേര് ഒരുമിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, നിങ്ങൾ ഇത്രയും പേര് ഒരുമിച്ച് ഇവിടെ ആയിരിക്കുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ച എല്ലാവരും ഒരുമിച്ചാണ് അല്ലേ? പക്ഷേ നിയോഗങ്ങളൊക്കെ എല്ലാവരും ഒരുമിച്ചായിരുന്നു. നിയോഗങ്ങൾ കോമൺ ആയിട്ട് നിയോഗം ഉണ്ടാകും, പള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ അച്ഛൻ പറഞ്ഞു. എങ്കിലും എന്തുണ്ട്? നമ്മുടെ നിയോഗങ്ങൾ വ്യക്തിപരമാണ്. സ്നേഹമുള്ളവരെ, ഓർക്കേണ്ട എൻ്റെ അനുഭവത്തിൽ നിന്ന് വലിയ വർഷങ്ങളായിട്ടില്ലെങ്കിലും അനുഭവത്തിൽ നിന്ന് പറയുന്ന ഒരു കാര്യം ഇതാണ്. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ ആരെ ഇടപെടും? ദൈവം ഇടപെടുന്ന വലിയൊരു യാഥാർത്ഥ്യമാണ്. ചെറിയ അനുഭവങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പങ്കുവെച്ചോളാം. അപ്പോൾ സ്നേഹമുള്ളവരെ ഓർക്കേണ്ട, നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ നാം ദൈവത്തോട് എത്രത്തോളം പേഴ്സണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മാൻ എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? അനുഗ്രഹം ഉണ്ടാകുന്നത്. അനേകം രോഗികൾ അവിടെ ഉണ്ടാകും അല്ലേ? പക്ഷെ കുഷ്ഠരോഗി സൗഖ്യപ്പെട്ടെങ്കിൽ കുഷ്ഠരോഗി എന്ത് പറഞ്ഞിട്ടുണ്ട്? കർത്താവേ, അങ്ങ് നമുക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. സ്നേഹമുള്ളവരെ ഓർക്കേണ്ട കാര്യം ഇതാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധിയും പ്രശ്നങ്ങളും വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ലോകത്തിൻ്റെതായ അനേക യുക്തികൾ കാണാം, ലോകത്തിൻ്റെതായ ചിന്തകൾ കാണാം. പക്ഷെ ഓർക്കേണ്ട കാര്യം ഇതാണ്, എൻ്റെ ദൈവവും ഞാനുമായിട്ടുള്ള വ്യക്തിപരമായ എന്തുണ്ടാകണം? ബന്ധമുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാകും? അനുഗ്രഹം ഉണ്ടാകും. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ മാസത്തിൽ ഒരാഴ്ച ഞാൻ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലായിരുന്നു, ധ്യാനിക്കാനായിട്ട് പോയിരുന്നു. അന്നേരം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ ഒത്തിരി പുസ്തകമൊക്കെ വായിച്ച് ഞങ്ങൾ പഠിക്കുമ്പോഴൊക്കെ വായിച്ച കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയും, പക്ഷേ ചില അത്ഭുതങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെ മനസ്സിലാക്കിയാലും നമ്മുടെ യുക്തിയിൽ കിട്ടത്തില്ല. അത് ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളാണെന്ന് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള നിങ്ങൾ അഭിഷേകാജ്ഞ കാണാറുള്ളവരായിരിക്കുമല്ലോ. അപ്പോൾ ദൈവം പ്രവർത്തിക്കുന്ന അനുഭവങ്ങൾ ഒരിക്കലും എൻ്റെയും നിങ്ങളുടെയൊക്കെ യുക്തിക്ക് അതീതമാണ്, അല്ലെങ്കിൽ അപ്പുറമാണ്. സ്നേഹമുള്ളവരെ ഓർക്കേണ്ട കാര്യം ഇതാണ്. ഈ 3 നോമ്പ് ഞാൻ ആദ്യം പറഞ്ഞൊരു 3 നോമ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ 3 നോമ്പ് പഠിപ്പിക്കുന്ന കാര്യമുണ്ട്. മനുഷ്യന്റെ അസാധ്യതകളിൽ ദൈവത്തിന്റെ സാധ്യതകൾ പ്രകടമാകുന്നതാണ് എൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥന. ഇപ്പൊ നമ്മൾ ഇത്രയും പേരുണ്ട്. ഇപ്പൊ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ചിലർ പറയും, പ്രാർത്ഥിച്ചിട്ട കാര്യം, ഞാൻ ഒത്തിരി നാൾ പ്രാർത്ഥിച്ചൊരു കാര്യമില്ല. ചിലർ പറയും, ശാസ്ത്രീയമായി ചിന്തിച്ചാൽ ഇങ്ങനെ ഒരു കാര്യമാണുള്ളത്, അതുകൊണ്ട് എന്ത് ചെയ്യാം, ഒരു കാര്യമുണ്ടോ എന്ന് ചിന്തിക്കും. പക്ഷേ മറ്റു ചിലർ പറയും, എന്താ പ്രാർത്ഥിക്കുക, എനിക്ക് ഒരു അനുഭവം ഉണ്ടല്ല, മറ്റൊരാൾക്കൊരു അനുഭവം ഉണ്ട്. സ്നേഹമുള്ളവരെ ഓർക്കേണ്ട കാര്യം ഇതാണ്. എനിക്കും നിങ്ങൾക്കും വ്യക്തിപരമായി അനുഗ്രഹം കിട്ടുന്നെങ്കിൽ വ്യക്തിപരമായ ആര് ചോദിക്കണം? ഞാൻ നിങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മനസ്സിലായി? ഇപ്പൊ നമ്മൾ ചിന്തിച്ചാൽ നോമ്പ് നോക്കുന്നുണ്ട്. എൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നോമ്പിന്റെ ആത്മാർത്ഥമായി നമ്മൾ നോമ്പ് നോക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? അനുഗ്രഹം ഉണ്ടാകുന്നത്. നമ്മുടെ ആദ്യത്തെ ചിന്ത എന്നത്
വ്യക്തിപരമായ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ഉണ്ടാവും, അനുഗ്രഹം ഉണ്ടാവും. ഈ 3 നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ പ്ലേഗ് എന്ന വലിയ പ്രതിസന്ധി മാറിയത് എങ്ങനെയാണ്? മനുഷ്യര് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചതാണ്. യോനാ പ്രവാചകന്റെ ആ വലിയ സന്ദേശം നമുക്ക് നൽകുന്നത് എന്താണ്? അവർ ചാക്കൊടുത്ത് ചാരം പൂശി, ഇല്ലേ? അതൊക്കെ വിചാരിക്കാൻ നമ്മൾ ചിന്തിക്കരുത്, കുറച്ച് ചാക്കൊടുത്ത് ചാരം പൂശി അവരെ രക്ഷിക്കപ്പെടുവോ, അനുഗ്രഹിക്കപ്പെടുവോ? ഇല്ല. പശ്ചാത്തപിച്ചു. അവര് പ്രധാനമായിട്ടും ചെയ്ത് പശ്ചാത്തപിച്ച് ആരുടെ അടുത്ത പശ്ചാത്തപിച്ചേ? ദൈവസന്നിധി. അതുകൊണ്ട് ഓർക്കേണ്ട കാര്യം ഇതാണ് സ്നേഹമുള്ളവരെ, മനുഷ്യരുടെ യുക്തിയിലോ മനുഷ്യരുടെ ബുദ്ധിയിലോ മനുഷ്യരുടെ അധികാരത്തിലോ മനുഷ്യരുടെ ബലത്തിലോ നാം ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചാൽ എന്ത് പറ്റും? നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി ദൈവം ഇടപെടും. അതുകൊണ്ട് 100% അത് ഉറപ്പാണ്. അത് നമ്മൾ വ്യക്തിപരമായി കണ്ടെത്തേണ്ട വലിയ സത്യമാണ്. അതുപോലെ തന്നെ 8 നോമ്പിനെ കുറിച്ച് നമുക്കറിയാം. നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട 25 നോമ്പും 50 നോമ്പുമാണ്. അത് നമ്മൾ 8 നോമ്പിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, ചരിത്ര പശ്ചാത്തലവും നിങ്ങൾക്കറിയാമോ? അതിൻ്റെ ഒരു കാര്യം ഇതാണ്. നമ്മുടെ കേരളത്തിൽ 1879-80 കാലഘട്ടത്തിൽ, അതായത് നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ സുൽത്താൻ രാജ ഭരണ കാലഘട്ടത്തിലൊക്കെ ഈ ഓരോ ദേശങ്ങൾ രാജാക്കന്മാർ പിടിച്ചടക്കുന്ന വലിയ സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു? ടിപ്പു സുൽത്താനും അദ്ദേഹത്തിന്റെ പടകളും, അതായത് സൈന്യവും ഒരുമിച്ച് എന്ത് ചെയ്തു? ഒരു കേരളത്തിലേക്ക്, പ്രത്യേകിച്ച് മലപ്പുറം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ മനുഷ്യരെ എന്ത് ചെയ്തു? നമുക്കറിയാം, അവരെ ഉന്മൂലനം ചെയ്ത്, അതായത് മനുഷ്യരെ കൊന്ന് ഇങ്ങനെ മുൻപോട്ട് വരുന്ന സമയത്ത് നമുക്കറിയാം, പട്ടാളക്കാർ എവിടെയും, ഇല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒത്തിരിയും പട്ടാളക്കാർ എവിടെയും ചെന്നാൽ അവിടുത്തെ പ്രശ്നം എന്താണ്? ആ നാട് പിടിച്ചെടുക്കുന്ന മാത്രമല്ല, അവിടേക്ക് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് അവരുടെ സന്തോഷവും സുഖമൊക്കെ എന്ത് ചെയ്യും? അവര് തേടി പോവുകയും അതിനനുസരിച്ച് ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും. അന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഉണ്ടായത്, അന്ന് സ്ത്രീജനങ്ങൾക്ക് എന്ത് ചെയ്തു? അവർക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ട്. അവരെ പല വിധത്തിലുള്ള പീഡനങ്ങളിലൊക്കെ ഇരയാക്കിയപ്പോൾ എന്ത് ചെയ്തു? അവിടുത്തെ അമ്മമാരും മക്കളും എല്ലാം എന്ത് ചെയ്തു? അവരൊരുമിച്ച് കൂടി പരിശുദ്ധ മാതാവിന് മുൻപിൽ എന്ത് ചെയ്തു? കന്യകളുടെ രാജ്ഞി ആരാണ്? നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആരാണ്? പരിശുദ്ധ ദൈവമാതാവാണ്. പരിശുദ്ധ കന്യകളുടെ രാജ്ഞിയായ പരിശുദ്ധ ദൈവമാതാവിനോട് അവർ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹം മലപ്പുറം അവിടെ നിന്ന് ഇങ്ങനെ ഓരോ ദേശം ഇങ്ങനെ കീഴടക്കി വരുമ്പോൾ അങ്ങനെ അതായത് അവരെവിടെ എത്തി? അവര് ആലുവായിൽ എത്തിയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? വലിയ മഴ പെയ്തു. അതായത് നമുക്കറിയാം, മഴക്കാലം അല്ലെങ്കിൽ ആ സമയത്ത് ഭയങ്കരമായ മഴ പെയ്തു. പെരിയാർ എന്ത് ചെയ്തു? ഭയങ്കരമായിട്ട് നദി കവിഞ്ഞൊഴുകി. അങ്ങനെ എന്ത് ചെയ്തു? ഈ ടിപ്പു സുൽത്താന്റെ സൈന്യം ഇവിടെ എത്താൻ സാധിച്ചില്ല. മറ്റു ദേശങ്ങളിലേക്ക്, പ്രത്യേകിച്ച് തിരുവനന്തപുരം ആ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല. അങ്ങനെ എത്തിപ്പെടാൻ സാധിക്കാത്തപ്പോൾ എന്ത് ചെയ്തു? അങ്ങനെ അവരിൽ നിന്ന്, ഈ സൈന്യങ്ങളിൽ നിന്ന് ആര് രക്ഷപ്പെട്ടു? അവിടുത്തെ എല്ലാ, പ്രത്യേകിച്ച് അമ്മമാരും മക്കളും ഒക്കെ അവർ സംരക്ഷിക്കപ്പെട്ടു. ഈ ദൈവമാതാവിന്റെ വലിയ നാമത്തിൽ അവർ സംരക്ഷിക്കപ്പെട്ടതിനെ ഓർത്ത് അവർ ദൈവത്തിന് മുൻപിൽ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. പരിശുദ്ധ ദൈവമാതാവിന് മുൻപിൽ അവർ പ്രാർത്ഥിച്ച് എടുത്ത നോമ്പാണത് 8 നോമ്പ്. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ 2 കാര്യങ്ങളോട് പറഞ്ഞു. അതൊക്കെയാ 3 നോമ്പിന്റെ കാര്യം പറഞ്ഞു, 8 നോമ്പിന്റെ ഒരു കാര്യം പറഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ നോമ്പ് എങ്ങനെയായിരിക്കും രൂപപ്പെട്ടത്? ചരിത്രത്തിൽ ഇങ്ങനെ നോമ്പ് നമ്മൾ തീർച്ചയായിട്ടും വെറുതെ ഒരു സഭയിൽ നിന്ന് ചിന്തിച്ചു, പിതാക്കന്മാരെല്ലാം കൂടി ചിന്തിച്ചു, എന്നാൽ അവർക്കൊരു പണി കൊടുക്കാം, നമുക്ക് നാളെ തൊട്ട് നോമ്പാക്കാം, ഇവരെല്ലാം നല്ലൊരു ആഘോഷമായിട്ട് നടക്കുന്നത്. എങ്ങനെയാണോ? അല്ല. മനുഷ്യന്റെ പ്രതിസന്ധിയിൽ, അവനെ കൊണ്ട് അസാധ്യമായ മേഖലകളിൽ അവന് ഒരിക്കലും മുൻപോട്ട് അവന്റെ സ്വന്തം കഴിവിലുള്ള ആശ്രയത്തില് കാര്യങ്ങൾ മുൻപോട്ട് പോകില്ലെന്ന് മനുഷ്യൻ കണ്ടപ്പോൾ എന്ത് ചെയ്തു? അവിടെ ദൈവത്തെ ആശ്രയിച്ച ചരിത്രമാണെന്ത്? നോമ്പ്. 8 നോമ്പിന് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്. 8 നോമ്പില് പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം എന്ത് ചെയ്തു? തന്റെ മക്കളെ പരിശുദ്ധ അമ്മ സംരക്ഷിച്ചു. സ്നേഹമുള്ളവരെ, 8 നോമ്പിന്റെ ഈ ചരിത്രം, അതോടൊപ്പം തന്നെ ഈ 3 നോമ്പിന്റെ ചരിത്രം നിങ്ങളോട് പറഞ്ഞത്, നമ്മളൊക്കെ നോമ്പ് നോക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ചിലപ്പോൾ ഒരു ചിന്തയിൽ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ഒരു ഇതൊരു നോമ്പായി, പിന്നെ ഇറച്ചി, മീന്, മുട്ട ഇത് ഉപേക്ഷിച്ചേക്കാം എന്ന രീതിയിൽ നമ്മൾ നോമ്പ് നോക്കും. അതാണോ നോമ്പ്? പക്ഷെ വേറെ കാര്യം, അതും നോമ്പാണ്. അതിനൊരു ചോദ്യമുണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയമാണ്. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഇങ്ങനെ കുട്ടികളോടൊക്കെ ആയിരുന്നപ്പോഴും അവരൊക്കെ ചോദിക്കുന്നത്, ഇറച്ചിയും മുട്ടയും മീനും നോക്കണ്ട, കഴിക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അതിനപ്പുറം നമ്മൾ സ്നേഹിക്കണ്ടേ, നമ്മൾ പിണങ്ങുന്നവരോട് ഇണങ്ങണ്ടേ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അതല്ലോ കാര്യം. എന്താണ്? ഈ ഇറച്ചിയും മുട്ടയും കൂട്ടുന്നതിലല്ലല്ലോ, ഇറച്ചിയും മീനും മുട്ടയൊക്കെ കൂട്ടുന്നതിലല്ലല്ലോ നോമ്പെടുക്കുന്ന, അല്ലാതെ ഞാൻ നല്ല രീതിയിൽ ഭക്തിയായില്ലേ, കുർബാനയ്ക്ക് പോയി അനുഗ്രഹം ഇടുന്നല്ലേ. പക്ഷെ ഞാൻ സിമ്പിളായിട്ട് നിങ്ങളോടൊരു കാര്യം തിരിച്ചു ചോദിക്കുകയാണ്, അങ്ങനെ ചിന്തിക്കുന്നവരോട്, ഈ ഇറച്ചിയും മീനും മുട്ടയും ഒരു 50 ദിവസം മാറ്റാൻ പറ്റാതെ നിങ്ങൾ
എങ്ങനെ വലിയ ത്യാഗമുള്ള നമ്മുടെ മനസ്സിന്റെ കട്ടിയൊക്കെ കുറച്ചിട്ട് എങ്ങനെ സഹോദരങ്ങളെ സ്നേഹിക്കും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത്? ഇറച്ചി നിസ്സാരമായ ഇറച്ചി, മീന്, മുട്ട ഇതൊക്കെ കൂട്ടാൻ നമുക്ക് എന്ത് ചെയ്തില്ല, സാധിക്കത്തില്ലെങ്കിൽ പിന്നെ ഞാൻ പറയാം, രോഗമുള്ളവർക്ക് നമ്മുടെ സഹോദരനെ പറയുന്നുണ്ട് എന്ത് കാര്യമാണ്, ഒരു എക്സെപ്ഷൻ കൊടുക്കുന്നുണ്ട് അല്ലേ, ഒഴിവ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇറച്ചി, മീനും മുട്ടയൊന്നും കൂട്ടാൻ പറ്റാത്തവർക്ക് ഈ വലിയ പുണ്യപ്രവൃത്തികൾ അല്ലേ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹിക്കാൻ പറ്റുമോ? അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? എനിക്ക് ഇതൊന്നും കുറച്ച് നാളത്തെ, അത് 50 ദിവസത്തേക്ക് മാക്സിമം ഇത് മാറ്റി വെക്കാൻ പറ്റുന്നില്ല. പിന്നെന്ത് ചെയ്യും? എല്ലാവരും സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളോട് അത്ര സ്നേഹം, അതായത് ഞാൻ ചിന്തിക്കണം, ഇതിനെക്കാട്ടും ഏറ്റവും ഹാർഡ് ഏതാണ്? എനിക്ക് സ്നേഹിക്കുകയും അതുപോലെ അവരെ കരുതുകയൊക്കെ ചെയ്യും. പിണക്കമൊക്കെ മാറ്റാൻ വേണ്ടി വലിയ പാടാണ്. സ്നേഹമുള്ളവരെ ഓർക്കേണ്ട കാര്യം ഇതാണ്, സഭ പറയുന്ന കാര്യം എന്താണ്? ചില രോഗമുള്ളവർക്ക് അങ്ങനെയുള്ളവരാണ് നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഇറച്ചിയും മീനും മുട്ടയും ഒഴിവാക്കുകൊണ്ടല്ല നമ്മുടെ നോമ്പ് പൂർണ്ണമാകുന്നത്. പിന്നെ ആ ഒഴിവാക്കുന്നത് പോലെ നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാനും, ഇല്ലാത്തവന് ലേഷിക പ്രവാചകൻ പറയുന്നുണ്ട് അല്ലേ, പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇല്ലാത്തവനുമായി നമ്മുടെ ഇല്ലാത്തവനുമായി നമുക്കുള്ളതല്ലേ ഭക്ഷണമാകാം, വസ്ത്രമാകാം, ഒക്കെ പങ്കുവയ്ക്കുന്നതാണ് കർത്താവ് ആഗ്രഹിക്കുന്ന നോമ്പ് അല്ലേ. ഇപ്പോൾ സ്നേഹമുള്ളവരെ, നോമ്പിന്റെ ചിന്ത എന്നത് ഞാൻ നിങ്ങളോട് ചേർത്ത് പറയുന്നു, ഇപ്പോഴത്തെ കാലഘട്ടത്തിന് ഏറ്റവും വലിയൊരു ചിന്തയാണ്. അതായത് ഇറച്ചിയും മീനും മുട്ടയും കൂട്ടിയാലും ബാക്കി എന്ത് ചെയ്യാം? ഞാൻ ഇങ്ങനെ നോക്കിയാൽ, പക്ഷെ ഒരു കാര്യം ഞാൻ സ്നേഹത്തോട് പറയാം, ഇറച്ചിയും മീനും മുട്ടയും ഈ നമുക്ക് ഇത് 50 ദിവസം കഴിഞ്ഞാൽ കൂട്ടാവുന്ന കാര്യം ഒഴിവാക്കാതെ നമുക്ക് മറ്റുള്ളവരെ ആ അർത്ഥത്തിൽ സ്നേഹിക്കുവാൻ പറ്റുമോ എന്ന് നമുക്ക് യുക്തിപൂർവ്വം ഒന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്, നമ്മുടെ ബുദ്ധിക്ക് അതീതമായി നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ വിഷമങ്ങളിൽ നമ്മുടെ ദൈവം നമ്മെ എന്ത് ചെയ്യും? ശക്തിപ്പെടുത്തും, സഹായിക്കും. പക്ഷെ ഓർക്കേണ്ട കാര്യം ഇതാണ്, ദൈവത്തോട് എന്ത് ചെയ്യണം? നാം അടുക്കണം. ദൈവത്തോട് നാം അടുക്കുമ്പോൾ എന്ത് ചെയ്യും? ദൈവം നമ്മിലേക്ക് ഇറങ്ങി വരും. ഇതാണ് ഈ നോമ്പിന്റെ വലിയൊരു സന്ദേശം എന്നത്, ഒന്നാമത്തെ ചിന്ത എന്നത്. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മൾ നോമ്പിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞു, എന്താണ് ഒരിക്കല് നിങ്ങൾ കേട്ടിട്ടുള്ളാകാം അച്ഛന്മാരൊക്കെ പറഞ്ഞ്, പ്രത്യേകിച്ച് ഈ നോമ്പിന് നമ്മൾ പല വശങ്ങൾ വെക്കും അല്ലേ. എന്താണ് നമ്മൾ നോമ്പ്, നമ്മളിപ്പോൾ ആദ്യം മീൻ കൂട്ടത്തിലാന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? മീൻ്റെ ചാറ് കൂട്ടാമോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും ഇല്ലേ? അച്ഛന്മാർ പറഞ്ഞ് പല പ്രാവശ്യം കേട്ടിട്ടുണ്ടോണ്ട് ഞാൻ അർത്ഥം പറയാൻ വേണ്ടി നിങ്ങൾ പറയാം. അല്ലെങ്കിൽ മീൻ ജ്യൂസ് അടിച്ച് കുടിക്കാമോ എന്ന് ചോദിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും ഇല്ലേ? അല്ലെ, മീൻ കഷ്ണമായിട്ട് കഴിക്കുന്നതല്ലേ ഇല്ലേ? മാംസം ഭക്ഷിക്കരുത്, ജ്യൂസ് കുടിച്ചാൽ കുഴപ്പമില്ലല്ലോ അല്ലേ? നമ്മൾ പ്രായോഗിക തലത്തിൽ ഭയങ്കരമായി ചിന്തിക്കുന്ന ഇല്ലേ, ന്യൂജൻ രീതിയൊക്കെ ആകുമ്പം പ്രായോഗിക തലത്തിൽ ബുദ്ധിപരമായിട്ട് ഏത് കാര്യത്തെയും എങ്ങനെ നമുക്ക് ആ കാര്യത്തെ നമ്മുടെ രീതിയിലാക്കി തീർക്കാമെന്ന് ചിന്തിക്കുന്ന കാലഘട്ടം കൂടിയാണ്. ഇപ്പോൾ മീന് ഇല്ലേ, മീന് ജ്യൂസ് അടിച്ചാലേ കുഴപ്പം, എന്താ കുഴപ്പം? അത് ജ്യൂസല്ലേ. മീൻ പീസായിട്ട് കഴിച്ചാലേ കുഴപ്പമില്ലേ? ഓക്കെ, എന്നാലും ഞാൻ പറഞ്ഞതെന്ന് ഒരു പക്ഷേ തമാശയായിട്ട് പറയുന്നെങ്കിലും ഇതിലൊരു കാര്യമുണ്ട്. നമ്മൾ വിശ്വാസത്തിന്റെ തലത്തൊക്കെ എന്ത് ചെയ്യുന്നു? ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ്, നമ്മൾ നമ്മുടേതായ രീതിയിൽ ഒന്ന് ഒതുക്കും ഇല്ലേ? പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചാൽ എന്താ കുഴപ്പം? ഈ എന്തിന് ത്യാഗം കൊടുക്കുന്നത് ഇല്ലേ? ചോദിക്കില്ലേ, കർത്താവിനോടെ കേൾക്കരുത്, ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് കേൾക്കത്തില്ലയോ? കേൾക്കും. അതുമല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന പ്രാർത്ഥിക്കും, ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ഷോർട്ടായിട്ട് 5 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ പോരെ? കർത്താവ് കേൾക്കത്തില്ലയോ? കേൾക്കും. തിരിച്ചൊരു ചോദ്യമുണ്ട്, എന്താണ്? പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾ, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടി, എന്നാൽ നിങ്ങൾ ഷോർട്ടായിട്ട് മൊത്തത്തിൽ ഒറ്റ ആൻസർ എഴുതി ഞാൻ കൊടുത്തു, ഷോർട്ടല്ലേ, അന്നേരം മാർക്ക് കിട്ടും ഫുള്ള് ഇല്ല? എന്താണ് അത്? ചെയ്യേണ്ട രീതി തന്നെ ചെയ്യണം. പക്ഷെ ചില പ്രായോഗിക തലങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ പ്രാർത്ഥിക്കാൻ പെട്ടെന്ന് പോകുമ്പോൾ 1 മിനിറ്റ് കൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് 1 മണിക്കൂർ പ്രാർത്ഥിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പലപ്പോഴും ആ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നവരാണല്ലോ നമ്മൾ. അപ്പോൾ 1 മിനിറ്റുള്ള കാര്യം 1 മണിക്കൂർ ആക്കി തീർത്താൽ നമുക്ക് പ്രശ്നമാണ്. പക്ഷേ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി മൊത്തം പൂർണ്ണമായിട്ട് ചെയ്യാതിരിക്കും എന്താണ്? അതായത് സന്ധ്യാ നമസ്കാരം ഒരു ദിവസം നമ്മളെല്ലാവരും വരുന്നവരൊക്കെ വന്നു, അത് ഷോർട്ടാക്കി, അതായത് 1 മണിക്കൂറുള്ള പ്രാർത്ഥന അല്ല 1/2 മണിക്കൂർ ആയിരിക്കാമല്ലോ, അത് നമ്മൾ എന്ത് ചെയ്തു 15 മിനിറ്റായി ചുരുക്കിയാൽ അന്നത്തെ ദിവസം എന്താണ് കുഴപ്പമില്ല. പക്ഷേ ഓർക്കേണ്ട കാര്യം, എല്ലാ ദിവസവും ഈ 15 മിനിറ്റായി എന്താണ് നമ്മുടെ വിശ്വാസം അതുപോലെ തന്നെ എന്ത് ചെയ്യും ഇല്ലേ? കുറേ നമ്മുടെ ഏറ്റവും വലിയ സിമ്പിൾ കാര്യം എന്ന് പറഞ്ഞാൽ ഓർക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ ഒരാളോട് അടുത്ത് ഇടപെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്നേഹം അടുത്ത് കിട്ടുന്നവർ, പ്രത്യേകിച്ച് മാതാപിതാക്കൾ മക്കളൊക്കെ ബന്ധം ഏറ്റതാണ് ആ അടുത്ത് സ്വാതന്ത്ര്യത്തോടെ. കൊച്ചുകുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അവരോടുള്ള സ്വാതന്ത്ര്യം മാതാപിതാക്കൾക്ക് വലുതായിരിക്കുമ്പോൾ ഉണ്ടോ? അമ്മമാരും അപ്പന്മാരും ഒക്കെ ഉണ്ടോ? ഇല്ല, അവരുടേതായ ലോകത്ത് ആയിരിക്കുമ്പോൾ എന്ത് ചെയ്യും? പരാതി, അതായത്
കുഞ്ഞ് ഞാൻ വിചാരിക്കുന്നവർ വരുന്നില്ല, എന്നോട് പറയുന്നില്ല അല്ലേ. പിന്നെ വിവാഹം കഴിച്ച പിന്നെ പറയും വേണ്ട അല്ലേ. അതായത് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവർ വേറെ ലോകം, എൻ്റെ ലോകം വേറെ. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് സ്നേഹമുള്ളവരെ, നമ്മൾ ഈ അടുത്തായിരിക്കുമ്പോൾ എന്ത് സ്നേഹം കൂടും ഇല്ലേ. സ്വാതന്ത്ര്യമുള്ളിടത്ത് എന്ത് ചെയ്യും? സ്നേഹമുണ്ടോ? സ്വാതന്ത്ര്യമുള്ളിടത്ത് സ്നേഹം എപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ അടുത്ത് പറയുന്ന ഒരു കാര്യം, നമ്മുടെ ഈ നോമ്പിന്റെ ഉപവാസം അതിൽ ത്യാഗമുണ്ട് അല്ലേ. നമ്മൾ ഈ ഇറച്ചി, മീൻ, മുട്ട അല്ലേ, എന്തൊക്കെ മീനായിട്ട് സീ ഫുഡിന്റെ എന്തൊക്കെ വെറൈറ്റി ഐറ്റം കിട്ടുന്ന സമയം, അല്ലെങ്കിൽ ബീഫിന്റെയോ അല്ലെങ്കിൽ ചിക്കന്റെയോ ഇല്ലേ, തൊട്ട് ഇസട്ട് വരെയുള്ള അക്ഷരം കൊണ്ട് ഇല്ലേ വെറൈറ്റി ഫുഡ് ഡിഷസ് കിട്ടുന്ന ഒരു സാഹചര്യത്തിലൂടെയൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഇതൊക്കെ അങ്ങ് മാറ്റിവെച്ച് ദൈവിക അനുഗ്രഹത്തിനായി അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി അല്ലേ, ദൈവസ്നേഹത്തിന് വേണ്ടി നമ്മൾ ഇതൊക്കെ മാറ്റി വെക്കുമ്പോൾ എന്ത് ഗുണമുണ്ട് അല്ലേ? നമുക്ക് ചോദ്യം നമ്മുടെ കാര്യത്തിൽ. അപ്പോൾ നിങ്ങൾ എടുക്കേണ്ട വചനഭാഗം പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 8 മുതൽ 13 വരെയുള്ള വചനങ്ങൾ ഒരാളൊന്ന് ഉറക്കെ വായിക്കാവും. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിന്റെ 8 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. അമലേക്കരുമായിട്ടുള്ള യുദ്ധത്തെക്കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ചെറിയൊരു ഭാഗമാണ്, ഫുള്ള് വായിക്കുന്നുണ്ട്. അതൊന്ന് വായിക്കാം, ഒരാൾ ഉറക്കൊന്ന് വായിക്കാവോ? ഒരു മൈക്ക് വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ മോശ ജോഷുവയോട് പറഞ്ഞു, ആളുകളെ തിരഞ്ഞെടുത്ത് അമലേക്കരുമായി യുദ്ധത്തിന് പുറപ്പെടുക. ഞാൻ നാളെ ദൈവത്തിന്റെ വടി കയ്യിലെടുത്ത് മലമുകളിൽ നിൽക്കും. മോശ പറഞ്ഞതനുസരിച്ച് ജോഷുവ അമലേക്കരുമായി യുദ്ധം ചെയ്തു. മോശ, അഹറോൻ, ഹൂർ എന്നിവർ മലമുകളിൽ കയറി നിന്നു. മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ ജയിച്ചുകൊണ്ടിരുന്നു. കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്കർക്കായിരുന്നു വിജയം. മോശയുടെ കൈകൾ കുഴഞ്ഞു. അപ്പോൾ അവർ കല്ല് നീക്കിയിട്ട് കൊടുത്തു. മോശ അതിന്മേലിരുന്നു. അഹറോനും ഹൂറും അവന്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരുവശങ്ങളിൽ നിന്നു. സൂര്യാസ്തമയം വരെ അവന്റെ കൈകൾ ഉയർന്നു തന്നെ നിന്നു. ജോഷുവ അമലേക്കിനെയും അവന്റെ ആളുകളെയും വാളുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തി. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇതിന്റെ ഓർമ്മ നിലനിർത്താനായി നീ ഇതൊരു പുസ്തകത്തിൽ എഴുതി ജോഷുവയെ വായിച്ചു കേൾപ്പിക്കുക. ആകാശത്തിന് കീഴിൽ നിന്ന് അമലേക്കിന്റെ സ്മരണ ഞാൻ നിശേഷം വായിച്ചു കളയും. മോശ അവിടെ ഒരു ബലിപീഠം നിർമ്മിച്ചതിന് യഹോവേ നിസ്സി എന്ന് പേര് നൽകി. എന്നാൽ അവൻ പറഞ്ഞു, കർത്താവിന്റെ പതാക കൈകൊടുക്കുകയും തലമുറതോറും കർത്താവ് അമലേക്കിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. ദൈവമേ സ്തുതിക്ക് യോഗ്യമാവുന്നു. സ്നേഹമുള്ളവരെ, ഇവിടെ ഒരു നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു വചനം? ശ്രദ്ധിച്ചില്ലേ? ഇനി ഓരോരുത്തരോട് ചോദിച്ചപ്പെട്ടു. അതുകൊണ്ട് ഇത്രേ ഉള്ളൂ, അമലേക്കരുമായിട്ടുള്ളൊരു യുദ്ധത്തിലാണ് ഇസ്രായേൽ ജനം. അപ്പോൾ അവരുമായിട്ട് യുദ്ധത്തിന് ആരുടെ അനുവാദമുണ്ട്? കർത്താവിൻ്റെ. മോശയ്ക്ക് അനുവാദം കൊടുക്കുന്നത്? കർത്താവിൻ്റെ. അത് ആരാ നയിക്കുന്നത്? മെയിൻ ഭടൻ ആരാണ്? ജോഷുവയാണ്. അപ്പോൾ ഇങ്ങനെ യുദ്ധത്തിന് പോയപ്പോൾ എന്ത് ചെയ്തു? മോശ ആദ്യം ഒരു കാര്യം പറഞ്ഞു. എന്താണ്? ഞാനൊരു വടിയൊക്കെ ആയിട്ട് എവിടെ പ്രാർത്ഥനയ്ക്ക് അല്ലേ? എന്താ അവിടെ പറയുന്നത്? മോശ വടിയുമായിട്ട് എന്ത് ചെയ്തു? മലമുകളിൽ കയറി എന്ത് ചെയ്തു? പ്രാർത്ഥനയിലായിരുന്നു. അല്ല, മോശ പിന്നെ യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞു കൊടുക്കുമായിരുന്നു ഇല്ലേ? നിങ്ങൾ മോശ അല്ലേ, നല്ല പ്രായമുള്ള വ്യക്തിയാണ് മോശ. അങ്ങോട്ട് കയറി വലത്ത് വെച്ചെടുത്ത് വെച്ചില്ലേ, കളരി പറയുന്ന പോലെ വലത്ത് വെച്ചെടുത്ത് വെച്ച് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ കയറി ആ സൈഡിൽ കൂടെ പോയാൽ നമുക്ക് എന്ത് വിജയം വരിക അങ്ങനെ പറയുന്നുണ്ടോ? ഇല്ല. മോശ ചെയ്യുന്നൊരു പ്രവൃത്തി എന്താണ്? അത് പ്രാർത്ഥിച്ചു. പക്ഷേ ഈ അമലേക്കരുടെ സൈന്യത്തെ കുറിച്ച് വചനം വായിക്കുമ്പോൾ, പുറകോട്ടൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവും എന്താണ്? ഒരു പിശാചിന്റെ ദുഷ്ട സന്തതികളുടെ രീതിയാണ്. അതായത് അമലേക്ക് അവരെ ഒരു ക്രൂര രീതി, അതായത് ഒരു ദയമില്ലാത്ത ഒരു പറ്റം ആളുകളായിരുന്നത് ഈ അമലേക്കര്. അപ്പോൾ സ്നേഹമുള്ളവർ, ഈ അമലേക്കരുമായിട്ടുള്ള യുദ്ധത്തില് ഈ മോശ ചെല്ലുമ്പോൾ മോശ എന്ത് പറയുന്നുണ്ട്? കർത്താവിന്റെ സന്നിധിയിൽ എന്ത് ചെയ്തു? മോശ കരം എഴുതി പിടിച്ചു. ബാക്കിയുള്ളവർ എന്ത്, പ്രത്യേകിച്ച് ജോഷുവായും സൈന്യം ആ സമയത്ത് എന്ത് ചെയ്തു? അവർ യുദ്ധം ചെയ്യുമായിരുന്നു. ഒരു കാര്യം, അതിൽ ഒരു പ്രശ്നം വരുന്നുണ്ട്. യുദ്ധം ജോഷുവായും സൈന്യം ജയിച്ചുകൊണ്ടിരുന്നു അങ്ങനെ പറയുന്നല്ലേ. അപ്പോൾ ഒരു പ്രതിസന്ധി വന്നപ്പോഴാ മോശയുടെ കൈ അത് എത്ര സമയം പിടിച്ചാലും എന്ത് ചെയ്യും? കൈക്ക് ഇതുണ്ടാവും, വേദനയൊക്കെ എടുത്ത് മോശ കൈക്ക് താഴ്ത്തി. അപ്പോൾ ഇത് ആർക്ക് കാര്യം മനസ്സിലായി? ആർക്കൊക്കെ? 2 പേരുണ്ട്, അഹ്റോനും ഹൂറിനും കാര്യം മനസ്സിലായി. എന്താണ്? ഇങ്ങനെ താഴ്ന്നു പോയാൽ തീരുമാനമാകും. അമലേക്കര് അവർ വലിയ ശക്തരായ സൈന്യമാണ്, അവരെ നേരിടാൻ പറ്റത്തില്ല. സ്നേഹമുള്ളവരെ, അപ്പോൾ എന്ത് ചെയ്തു? 2 കല്ലൊക്കെ എടുത്തു വെച്ച് ആര് അഹ്റോനും ഹൂറും കൂടെ എന്ത് ചെയ്തു? മോശയുടെ കൈ ഉയർത്തിപ്പിടിച്ചു. നമ്മൾ ചിന്തിക്കുമ്പോൾ ഓർത്താൽ മതി, വെറും 3 വ്യക്തികളെ അവിടെ ഉള്ളൂ അല്ലേ? സൈന്യം മൊത്തം താഴെയാണ് അല്ലേ? ഒരു യുദ്ധത്തിലാണ്. ഈ 3 വ്യക്തികളെ ഉള്ളൂ. മോശ എന്താണ്? ഒറ്റ വ്യക്തിയുള്ളൂ. ഏറ്റവും മുതിർന്ന ആളല്ലേ, അവരെ നയിക്കേണ്ട മോശയാണ് മലമുകളിൽ നിൽക്കേണ്ടത്.
സ്നേഹമുള്ളവരെ ഓർക്കുക, ഞാൻ ഇതിലൂടെ ഒരു വലിയൊരു കാര്യം സന്ദേശമുണ്ട്. അതായത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, നമ്മുടെ ഇടവ ബന്ധങ്ങളിൽ, അല്ലെ നമ്മുടെ സമൂഹ ബന്ധങ്ങൾ, നമ്മുടെ സ്നേഹബന്ധങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാവും അല്ലേ? പ്രതിസന്ധി ഉണ്ടാകുന്ന കർത്താവ് എവിടെയും പറ്റി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്താ കർത്താവ് പറഞ്ഞാൽ നിങ്ങൾ പ്രതിസന്ധി ഉണ്ടാവും, പക്ഷെ അതിനെ അതിജീവിച്ചവനാണ് ഞാൻ, അല്ലേ? ലോകത്തെ ജയിച്ചവനാണ് ഞാൻ എന്ന് പറഞ്ഞത്. സ്നേഹമുള്ളവരെ, പ്രതിസന്ധി ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ, അല്ലെ നമ്മുടെ മനുഷ്യകുലത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല എന്നല്ല കർത്താവ് പറയുക. പ്രതിസന്ധി ഉണ്ട്, പക്ഷേ അതിനെ അതിജീവിച്ചവനാണ് ഞാൻ എന്നാണ് കർത്താവ് പറയുക. സ്നേഹമുള്ള, ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. അമലേഖരമായിട്ടുള്ള യുദ്ധത്തില് മോശ കൈകൾ ഉയർത്തിപ്പിടിച്ചപ്പോൾ അവർ വിജയിച്ചു. അല്ല, മോശം ഒരു തന്ത്രം മെനഞ്ഞില്ലല്ലേ നമ്മൾ ചിന്തിച്ച പോലെ. പക്ഷേ ഓർക്കേണ്ട കാര്യം ഇതാണ്, ഇന്നത്തെ കാലത്ത് ഈ മോശയെ പോലെ കൈകൾ ഉയർത്തിപ്പിടിക്കുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കുന്നുണ്ടോ, മക്കൾക്ക് സാധിക്കുന്നുണ്ടോ, നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടോ എന്ന് വലിയൊരു ചോദ്യം നമ്മിലേക്കുണ്ട്. ശരിയല്ലേ? അതായത് എന്റെ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ഞാൻ എന്റെ യുക്തിയുടെ ഏറ്റവും ഉന്നത തലത്തിൽ ഞാൻ ചിന്തിക്കും. ഈ ബുദ്ധിയുടെ ഏറ്റവും രീതിയിൽ അതെങ്ങനെ, അതിനെ ഒരു പ്രശ്നം വരുമ്പോൾ എങ്ങനെ അതിനെ പരിഹരിക്കാമെന്ന് ഞാൻ നിങ്ങളൊക്കെ യുക്തിയുടെ എല്ലാ തലവും അന്വേഷിക്കും. ഏതൊക്കെ ലെവലിൽ പോകാമോ അതൊക്കെ ലെവലിൽ പോയി യുക്തി വെച്ച് നമ്മൾ ഭയങ്കരമായിട്ട് ഹരിച്ച് കുണിച്ച് നോക്കും. പക്ഷേ നമ്മൾ പോകാത്തൊരു ഇടവേ ഉള്ളൂ. എവിടാണ് അത്? ഒരു റൂം കാണും അല്ലേ? ഇപ്പൊ ഭയങ്കര രസമാണ്. എല്ലാ വീടുകളിലും എന്താണ്, ലൈറ്റ് ഇട്ട് ഭയങ്കര സെറ്റിങ്സ് ഒക്കെ ആക്കിയിട്ട് വെച്ചിട്ട് ലൈറ്റ് വിട്ട്, പക്ഷെ ആരും ഇല്ലെന്നേ ഉള്ളൂ. കർത്താവ് മാത്രം ഇവിടെ ഇരിക്കും, ഒറ്റയ്ക്ക് ഇരിക്കുന്ന അവസ്ഥയാണ്. ലൈറ്റ് വിട്ട് ഭയങ്കര സെറ്റിങ്സ് ആണ് ഇല്ലേ? മിന്നുന്ന ബൾബ്, പിന്നെ അതല്ലാതെ മേളിൽ നിന്നുള്ള ഫോക്കസ്, താഴെ നിന്നുള്ള ഫോക്കസ് അല്ലേ? ആ റൂമെന്ന് പറയാൻ ഭയങ്കര രസമാണ്. പക്ഷേ ആ ഏരിയയിൽ ഒരാൾ ആകെ കയറുന്ന സമയം എന്തെങ്കിലും പ്രത്യേക സാഹചര്യം ഉണ്ടായാൽ എന്താണ്, രാവിലെയും വൈകിട്ടും പ്രാർത്ഥന നടക്കുന്ന കുടുംബങ്ങളിൽ അവിടെയാണ് ആ സമയമുള്ളൂ. ബാക്കിയെല്ലാ സമയം കർത്താവ് ഈ വട്ടമൊക്കെ കണ്ട് ഇരിക്കുന്ന സമയമാണ്. സ്നേഹമുള്ളവരെ, ഞാൻ പറഞ്ഞതാണ്, നമ്മുടെ പ്രതിസന്ധിയിൽ, നമ്മുടെ പ്രശ്നങ്ങൾ, മാതാപിതാക്കൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. മക്കളുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ, മക്കളുടെ ജീവിതത്തിലെല്ലാം ഒരുപക്ഷെ മദ്യമയക്കുമരുന്നിന്റെ വലിയ പ്രതിസന്ധികളാകാം, അല്ല നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത ചില വിഷമങ്ങളാകാം, പ്രതിസന്ധികളാകാം. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ നിങ്ങളുമൊക്കെ, പ്രത്യേകിച്ച് മാതാപിതാക്കൾ ആയിരിക്കുന്നവർ, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് സ്നേഹവരെ. ഈ കർത്താവിന്റെ സന്നിധിയിലേക്ക് പോയി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുവാൻ, അല്ലെ എൻ്റെ മക്കൾക്ക് വേണ്ടി ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇതൊരു വലിയ ചിന്തയാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യവും അന്വേഷിക്കും. സ്കൂളിൽ മക്കൾക്ക് ഒരു പ്രതിസന്ധിയാണ്, അല്ലെ പഠന മേഖലകളിൽ മക്കളോട് ചേർത്ത് പറയുകയാണ്, പഠന മേഖലകളിൽ, അല്ലെ നിങ്ങളുടെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം തോന്നി, പ്രതിസന്ധി തോന്നി, കുടുംബജീവിതത്തിൽ എന്നും ഒരു പക്ഷേ വഴക്കായിരിക്കാം, അല്ലെങ്കിൽ മിണ്ടുന്നില്ലായിരിക്കാം. ഇപ്പൊ ഒറ്റയ്ക്കാണെങ്കിലും പലരും അല്ലേ അറിയാത്തവരെ പോലാണല്ലോ ജീവിക്കുന്നത് അല്ലേ? ഒരുമിച്ച് നടക്കുന്നെങ്കിലും രണ്ട് ദിശയിൽ ചിന്തിക്കുന്ന ഒരു സമൂഹം രൂപീകരിക്കപ്പെടുന്ന ഒരു കാലമാണല്ലോ. അപ്പോൾ ഞങ്ങളൊരു ഓർക്കേണ്ട കാര്യം ഇതാണ്, ഈ പ്രതിസന്ധിയുടെ നടുവിൽ കർത്താവെ, ഈ പ്രതിസന്ധി മാറുവാൻ, അല്ലെ ഈ പ്രശ്നം മാറുവാൻ ഞങ്ങളെ സഹായിക്കണം, അതിന് ഉത്തരം നീ തരണമെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര വേണ്ടെന്ന് നമുക്ക് ചിന്തിക്കാം. ഞങ്ങൾ ഇതൊരു വലിയ ചോദ്യമാണ്, വ്യക്തിപരമായ ചോദ്യമാണ്. നമ്മൾ പൊതുവെ ഉത്തരം പറയേണ്ടതല്ല, പിന്നെയോ വ്യക്തിപരമായ ദൈവസന്നിധി കൊടുക്കേണ്ട ഉത്തരമാണ്. ഞാനും നിങ്ങളൊക്കെ പലപ്പോഴും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും. ഇപ്പോൾ ഒരു വീട് പണിയാണെങ്കിൽ അതിനുള്ള ശാസ്ത്രീയ വശം നോക്കും, അല്ലെങ്കിൽ ഇപ്പോഴും അല്ലേ അത് എന്തൊക്കെ രീതി ചെയ്യാമെന്ന് നോക്കും, അതിൻ്റെ സാമ്പത്തിക രീതി എല്ലാം നോക്കും. പക്ഷെ നമ്മൾ നോക്കാത്തൊരു കാര്യം എന്താണ്, കർത്താവ് എന്ത് പറയുന്നു, കർത്താവിനോടൊന്ന് ചോദിച്ചിട്ട് ചെയ്യാമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട വലിയ കാര്യമാണ്. നമ്മുടെ നമ്മുടെ പൂർവികരൊക്കെ അവർക്ക് 8ഉം 9ഉം മക്കളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അതില്ലാത്ത ആളുകളാണ്. ഞങ്ങൾ 2ഉം 3ഉം കൂടിപ്പോയല്ലേ, 1-2 പേരൊക്കെ ആയിരിക്കുന്നത് എൻ്റെ കാലഘട്ടം തൊട്ട് ഞങ്ങൾ കുറച്ച് അത് നിർഭാഗ്യപേരാണ്. പക്ഷെ 9 പേരുണ്ടായിട്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ അവർ ആത്മഹത്യക്ക് തുനിഞ്ഞിരുന്നോ? 8 പേരുണ്ട്. എല്ലാത്തിനെയും കൊണ്ട് ഞാൻ പിന്നെ എന്താ ഒരു ആത്മഹത്യ ചെയ്തേക്കാം, അല്ലെ വിഷം കഴിച്ച് മരിച്ചേക്കാം, അല്ലെ തൂങ്ങി ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, ഓർക്കേണ്ട കാര്യം ഇതാണ്, അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്താണ്? നിങ്ങൾക്കറിയായിരിക്കും, നിങ്ങൾ പ്രത്യേകിച്ച് ഒരു 50 വയസ്സിന് മുകളിലുള്ളവർക്ക് അറിയാവുന്ന ഒരു കാര്യം സത്യം അറിയായിരിക്കും. എന്താണ്? നമ്മുടെ മാതാപിതാക്കളൊക്കെ കൈകൾ ഉയർത്തി കണ്ണുനീരോടെ എന്ത് ചെയ്തിരുന്നു? കർത്താവെ പ്രാർത്ഥിച്ചു, കർത്താവെ എൻ്റെ ഈ വിഷയത്തിൽ നിന്ന് ഇടപെടണം, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഇടപെടണം, എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി ഇടപെടണം, ദൈവമേ എന്നെ അനുഗ്രഹിക്കാതെ വിടരുതേ എന്ന് നമ്മുടെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചിരുന്നു. അവിടെയൊക്കെ എന്ത് പറ്റി? അവിടെ പ്രതിസന്ധി ഉണ്ടായാലും കർത്താവ് എന്ത് ചെയ്തിരുന്നു? നമുക്ക് അന്നു വേണ്ട കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അന്ന് വേണ്ട അപ്പം നമുക്ക് തരുന്ന പോലെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ട കാര്യങ്ങൾ സ്നേഹമുള്ളവരെ തന്നിരുന്നു. പക്ഷെ ഓർക്കുക, നമുക്ക് സൗകര്യങ്ങൾ കൂടി,
നമ്മുടെ എന്ത് കാര്യങ്ങളും നമ്മളെ ഒന്ന് വിളിച്ചാൽ കിട്ടുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനവുമായി നമുക്ക് ഏറ്റവും സൗകര്യങ്ങൾ കൂടി. പക്ഷെ എന്തോ പറ്റിയേ, നമ്മൾ ഈ കർത്താവിനെ അങ്ങ് അവസരോചിതമായി അങ്ങ് മാറ്റിവെച്ചു. സ്നേഹമുള്ളവരെ, ഓർക്കേണ്ട കാര്യം ഇതാണ്. ഈ അമലേഖ്യനുമായിട്ടുള്ള യുദ്ധം നമ്മൾ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യമുണ്ട്. ഈ മോശ എന്ത് ചെയ്തു? കൈകൾ ഉയർത്തിയപ്പോഴൊക്കെ ഇസ്രായേൽ ജനം വിജയിച്ചു. അവന്റെ കൈകൾ താഴ്ന്നപ്പോഴൊക്കെ ഇസ്രായേൽ ജനം പരാജയപ്പെട്ടു. പക്ഷെ ഇതിനോട് ചേർത്ത് ഒരു ചിന്തയും കൂടെ പറയാം. നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് വൈദിക സന്യസ്ത ജീവിതങ്ങളിലൊക്കെ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധി വരുമ്പോൾ നമ്മളെന്താണ്, സന്യസ്തരും വൈദികരും ഒരു ഗണം, നമ്മൾ വേറെ വിശ്വാസം വേറെ ഗണമാണോ? അല്ല. അവരെ പ്രാർത്ഥിച്ച് ശക്തരാക്കേണ്ട നമ്മൾ, അവരെ സപ്പോർട്ട് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ പ്രതിസന്ധിയിൽ അവരുടെ കൂടെ, നമ്മുടെയൊക്കെ പ്രതിസന്ധി വന്നാലേ നമ്മുടെ കൂടെ നിൽക്കുന്ന ആരാ? നമ്മുടെ വൈദികരും സന്യസ്തരുമാണ്. അവരെ സപ്പോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ അവരെ പ്രതിസന്ധിയിൽ പ്രാർത്ഥിച്ച്, പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, പ്രാർത്ഥിച്ച് ശക്തരാക്കേണ്ട നമ്മൾ. എങ്ങനെയാണ് നമ്മൾ അവരുടെ കരങ്ങൾ, ഈ അഹ്റോനും ഹൂറും ചെയ്ത പോലെ മോശ അദ്ദേഹത്തിന്റെ കൈ അവിടെ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ ഇരിക്കുമായിരുന്നോ? അതോ ഈ ഇദ്ദേഹത്തിന്റെ കൈകളെ, ഈ മോശയുടെ കൈകളെ ശക്തിപ്പെടുത്തിയ പോലെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ വൈദികർക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി ഒരു നേരമെങ്കിലും നാം പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കണം. സ്നേഹമുള്ളവരെ, ഓർക്കേണ്ട കാര്യം ഇതാണ്. ദൈവം നമുക്ക് വേണ്ടി നൽകിയ ഈ വൈദികരെ സന്യസ്തരൊക്കെ, അവർ പ്രതിസന്ധികൾ, വലിയ പ്രശ്നങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വരുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അല്ലെ അവരെ പ്രാർത്ഥനയിലൂടെ ശക്തിപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. ഇതിന്റെ കാര്യം എന്നതാണ്, സ്നേഹമുള്ളവരെ, മോശയുടെ കൈ ഉയർന്നത് കൊണ്ട് മാത്രമാണ് ഇസ്രായേൽ ജനം വിജയിച്ചത്. നമ്മൾ പല ന്യായങ്ങളും കാണും. ചിലപ്പോൾ ചില കുറവുകളുള്ളവരായിരിക്കാം നമ്മുടെ വൈദികരെ സന്യസ്തരൊക്കെ ഏതെങ്കിലും രീതി വരുമ്പോഴും, മാധ്യമങ്ങൾ അവരെ മറ്റു രീതിയിൽ പറയുമ്പോഴും, സ്നേഹമുള്ളവരെ, ഓർക്കേണ്ട കാര്യം ഇതാണ്. അവരെ നമ്മുടെ പ്രാർത്ഥന വഴി, നമ്മുടെ സാന്നിധ്യം വഴിയൊക്കെ ശക്തിപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. കാരണം നമ്മളുടെ വൈദികഗണം അല്ലെങ്കിൽ സന്യസ്തര് ഒക്കെ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രത്യേകിച്ച് മാതാപിതാക്കളെ ചേർത്ത് വയ്ക്കാം. മാതാപിതാക്കളൊക്കെ അവരുടെ പ്രതിസന്ധികളിൽ, വലിയ പ്രതിസന്ധികളായിരിക്കും മക്കളായ നമുക്ക് അവരെ ശക്തിപ്പെടുത്തുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. സ്നേഹമുള്ളവരെ, ഓർക്കേണ്ട കാര്യം ഇതാണ്. മോശയുടെ കരം ഉയർന്നു നിന്നപ്പോൾ ഇസ്രായേൽ ജനം വിജയം നേടിയ പോലെ നമ്മുടെ വൈദികരുടെയും സന്യസ്തരുടെയും, നമ്മുടെ മാതാപിതാക്കളുടെയും, നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും കരങ്ങൾ ഉയർന്നു നിൽക്കുമ്പോൾ, പ്രാർത്ഥനയിൽ ഉയർന്നു നിൽക്കുമ്പോൾ അനുഗ്രഹം നേടുന്നവരാണ് നമ്മളോരോരുത്തരുമാണ്. നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്. നമ്മൾ ഇതിനെതിരെ വിഭിന്നമായി നമ്മുടേതായ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ രീതിയിലുള്ള സാങ്കേതിക വിദ്യയിലൂടെ നമ്മളൊരു കുറ്റം പറയുമ്പോൾ ഓർക്കേണ്ട കാര്യം ഇതാണ്. നമ്മുടെ അനുഗ്രഹമാണ് കുറഞ്ഞുകൊണ്ടിരിക്കുക. തീർച്ചയായും തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടുകയും മാറ്റപ്പെടുകയും ചെയ്യണം. തീർച്ചയായിട്ടും അതിന് കോംപ്രമൈസ് ഇല്ല, അത് മാറ്റപ്പെടണം. പക്ഷേ അതിനെ വിധിച്ചാൽ അത് മാറ്റപ്പെടുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. പക്ഷേ അതിനെ പ്രാർത്ഥനയിലൂടെ നമുക്ക് മാറ്റാൻ പറ്റും. അത് ചരിത്രം രേഖപ്പെടുത്തുന്ന വലിയ സത്യമാണ്. അതിനെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന, വിശ്വാസികളുടെ പ്രാർത്ഥന, അതിൽ ഉറപ്പുള്ള പ്രാർത്ഥന ഉണ്ടാകുമ്പോൾ സ്നേഹമുള്ളവരെ അതിനെ മാറ്റാൻ പറ്റും. അതുകൊണ്ട് ഓർക്കേണ്ട കാര്യം ഇതാണ്. നമ്മൾക്ക് വൈദികർക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ, സന്യസ്തർക്ക് വേണ്ടി, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിലെ അപ്പച്ചനും അമ്മച്ചിനും വേണ്ടിയൊക്കെ ഒക്കെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഞാനിത് പറയുന്ന ഒരു കാര്യം ഇതാണ്. നിങ്ങൾ ഈ നമ്മുടെ ബിനോയിച്ചനൊക്കെ അവർ അറിയാൻ അട്ടപ്പാടിയിലെ സിഹിയോൻ ധ്യാനത്തിലെ അച്ഛന്മാർ അവർ പറയുന്ന കാര്യമാണ്, വൈദികർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം കൂടെ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ പ്രാർത്ഥനകൾക്ക്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മാത്രമാണോ ആകുന്നേ? അല്ല, അവർ ശുശ്രൂഷിക്കുന്ന ആർക്ക് വേണ്ടിയാ? ദൈവിക ശുശ്രൂഷ അവർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ശുശ്രൂഷയുടെ അനുഗ്രഹം ആർക്ക് കിട്ടുന്നുണ്ട്? ദൈവരാജ്യ ശുശ്രൂഷകൾ ചെയ്യുന്നത് കൊണ്ട് ഈ വൈദികർക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വളരെ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്. ആ അനുഗ്രഹം നമുക്കും കൂടെ ലഭിക്കുന്നുണ്ട്. കാരണം അവർ നമുക്ക് വേണ്ടിയും ശുശ്രൂഷ ചെയ്യുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരാളുടെയും അധ്വാനം എന്താകത്തില്ല, വ്യർത്ഥമാകത്തില്ല, അല്ലേ? അപ്പോൾ വൈദികർക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് അനുഗ്രഹം ഉണ്ടാവുക. നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ പ്രതിസന്ധി ഉണ്ടാകും. അതുപോലെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ആ അച്ഛനോട്, സിസ്റ്ററിനോട് ഇതിന് ഏറ്റവും സ്നേഹത്തോടെ, ഒറ്റയ്ക്കായിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? പറഞ്ഞു, ഇന്ന് ഇങ്ങനൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞ്, ഇല്ല അവരും ആ രീതിയിൽ ഒരു ചിന്തിക്കുന്നവരോ ചിന്തിക്കാത്തവരോ അല്ലെങ്കിൽ കുറവുകളുണ്ടാകുമ്പോൾ ഓർക്കണം, നമ്മുടെ രീതിയിൽ നമ്മളെ പരിഹസിക്കുമ്പോൾ ഓർക്കേണ്ട, നമുക്ക് വിഷമം വരുമ്പോൾ നമുക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച് അവരെ പല രീതി മാധ്യമങ്ങൾ പരിഹസിക്കും, നമ്മൾ കൂടെ പരിഹസിക്കുന്നുണ്ടോ എന്ന കാര്യം നമ്മൾ ചിന്തിക്കണം. മറ്റൊന്നും കൊണ്ടല്ല, ഓർക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ. ഇതൊരു വലിയ സത്യമാണ്, ഇന്ന് കാലഘട്ടത്തിന് വലിയ സത്യമാണ്. അതായത് അവരുടെ കൈകൾ ഉയർന്നു നിന്നാൽ നമുക്ക് അനുഗ്രഹം വരുമെങ്കിൽ അവരുടെ കണ്ണുനീരൊരിക്കലും നമുക്കെന്തായാലും അവരുടെ കണ്ണുനീരിൽ അവരെ ആഴ്ത്താതെ നമുക്ക് അവരെ സംരക്ഷിക്കും. പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. പ്രാർത്ഥനയിൽ അവരെ ദൈവത്തോട് ചേർത്ത് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം.
അപ്പോൾ സ്നേഹമുള്ളവരെ ഓർക്കേണ്ട കാര്യം ഇതാണ്, നമ്മുടെ വൈദികർക്ക് വേണ്ടി സന്യസ്തർക്ക് വേണ്ടിയൊക്കെ ഇത് ഇപ്പോൾ ഒരു ചിന്ത ഞാൻ ഒരുങ്ങി വന്നൊന്നുമല്ല, ഇപ്പം പറഞ്ഞു വന്നപ്പോൾ എങ്ങനെ ഒരു ഇതിന് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കണം. ഓർക്കേണ്ട കാര്യം ഇതാണ്, സഭയിൽ വൈദികര് സന്യസ്തര് അല്ലെങ്കിൽ സഭയുടെ അടിത്തറ ഒരിക്കലും കർത്താവായോണ്ട് ഇളകത്തില്ല. അതിന് പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓർക്കുക, എനിക്കും നിങ്ങൾക്കും കിട്ടേണ്ട ധാർമ്മിക മൂല്യങ്ങൾ, എനിക്ക് നിങ്ങൾക്കും കണ്ട വിശ്വാസ സത്യങ്ങൾ, കർത്താവിങ്കിലേക്ക് അടുക്കേണ്ട വഴികൾ, ഒരാളിലെ ഏതെങ്കിലും വരുത്തി ഒരു തെറ്റുണ്ടാകുന്നു മറ്റ് നമ്മൾ മൊത്തത്തിൽ അങ്ങ് വിമർശിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി മൊത്തത്തിൽ സൃഷ്ടിക്കപ്പെടും. അപ്പോൾ ഓർക്കേണ്ട കാര്യം, ഏതെങ്കിലും രീതിയിൽ ഒന്നോ രണ്ടോ ചെറിയ കാര്യങ്ങൾ ഉണ്ടാകും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി നമുക്ക് ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാനൊക്കെ സാധിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം, നിങ്ങൾ പരീക്ഷിച്ചോ, നിങ്ങൾക്ക് അനുഗ്രഹം നിങ്ങൾ മനസ്സിലാവും. ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഈ ഒരു കാര്യം ചിന്തയിലിരുന്നാൽ മതി. നിങ്ങൾ ഈ ചിന്ത വെച്ച് നിങ്ങളുടെ വീടുകളിലായിരിക്കും വൈദികർക്ക് വേണ്ടി ഇന്നു മുതൽ പ്രാർത്ഥിക്കുമോ, നിങ്ങളുടെ വികാരിയച്ഛന് വേണ്ടി, അതോടൊപ്പം നമ്മുടെ ഈ ഇടവകയിൽ നിന്ന് വൈദിക വട്ടം സ്വീകരിച്ചവരെ നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത വൈദികരെ സന്യസ്തർക്കൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അത് അനുഗ്രഹമാകും. ഞാൻ വിനോദിച്ചൻ്റെ ഒരു ടോക്കിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർത്ത് പറയുകയാണ്, ഇത്രേ ഉള്ളൂ, അവരുടെ പ്രാർത്ഥന എന്ത് ചെയ്യും, നമുക്ക് അനുഗ്രഹമാകും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും നമുക്ക് അനുഗ്രഹമാകും. അത് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇത് ചേർത്ത് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്, അതിനോട് കൂടി ചേർത്ത് പറയാനുള്ള കാര്യം, സ്നേഹമുള്ള മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കള് ഒരുപക്ഷെ പഠനകാര്യങ്ങളിൽ പ്രതിസന്ധിയിലാകാം. നിങ്ങളുടെ മക്കൾ എന്ത് ചെയ്യാം, ഒരുപക്ഷെ നമ്മുടെ കാലഘട്ടം നമുക്കറിയത്തില്ല, അവര് കാലഘട്ടത്തിൽ സുരക്ഷിതരല്ലേ. ഇപ്പോൾ കൊലപാതകത്തിന്റെ വലിയ പ്രതിസന്ധി, അതായത് കൊലപാതകം കൊച്ചു കുഞ്ഞുങ്ങളിൽ പോലും പ്രകടമായി വരുന്ന കാലഘട്ടത്തിലൂടെയാണല്ലോ ഞാനും നിങ്ങളൊക്കെ ജീവിക്കുക. അപ്പോൾ ലഹരിയുടെയും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെ ഒക്കെ വലിയ പ്രതിസന്ധിയിലൂടെ നമ്മുടെ നാട് മുന്നോട്ട് പോവുകയാണ്. സ്വാതന്ത്ര്യം അത് തെറ്റ് ചെയ്യാനല്ല, ശരി ചെയ്യുവാനും ശരിയിലേക്ക് നയിക്കുവാനുമുള്ളതെന്ന് മനസ്സിലാകാത്ത വലിയൊരു തലമുറയിലൂടെയാണ് നമുക്ക് ജീവിക്കുക. എന്താണ് ധാർമ്മികതയെന്നോ എന്താണോ നല്ല മൂല്യങ്ങളെന്നോ മനസ്സിലാകാത്ത ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ, സ്നേഹമുള്ളവരെ, പ്രതിസന്ധിയിൽ നമ്മൾ ഓർക്കരുത്, നമ്മുടെ മക്കളൊക്കെ ഒരു സ്കൂളിലൊക്കെ പോകുന്നവരാണ്, അല്ലെങ്കിൽ നമ്മുടെ യുവജനങ്ങളൊക്കെ പ്രത്യേകിച്ച് അവരായിരിക്കുന്ന മേഖലകളിൽ പ്രതിസന്ധികളൊക്കെ ആയിരിക്കുമ്പോൾ പ്രത്യേകിച്ച് അവർക്ക് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിച്ചാൽ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം ഉണ്ടാകും. ഈ മോശയുടെ കൈകൾ താഴാതെ പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് അനുഗ്രഹം നേടിയ പോലെ, വിജയം നേടിയ പോലെ, ഒരുപക്ഷെ ചില മദ്യപാനത്തിന്റെ മയക്കുമരുന്നിൻ്റെതായ പ്രതിസന്ധിയിലായിരിക്കുന്നവരാകാം, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠന മേഖലകളിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിസന്ധികളായിരിക്കുന്നവരാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിസന്ധിയിലൂടെയൊക്കെ, പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് അനേകം കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവർക്ക് സ്നേഹമുള്ളവരെ, നമ്മുടെ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചാൽ ദൈവം അനുഗ്രഹം കൊടുക്കും. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഇടപെടും. അവരുടെ ഹൃദയങ്ങളിൽ പുതു ചൈതന്യം കൊണ്ട് ദൈവം നിറയ്ക്കുമെന്ന വലിയ ചിന്ത നമുക്കുണ്ടാകാം. പ്രത്യേകിച്ച് മാതാപിതാക്കളോട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ യുക്തിയുടെ തലത്തിലല്ല ഓടേണ്ടത്, പിന്നെയോ നിങ്ങളുടെ ഇടവകയിൽ. ഇന്നത്തെ വേറൊരു കാര്യം കൂടി ചേർത്ത് പറയാം, ഒരിക്കലും ആദ്യമേ പറയുന്നു, ഒരിടത്തും നമ്മുടെ വിശുദ്ധ സന്ദർശനത്തിൽ, പ്രത്യേകിച്ച് വിശുദ്ധമായ സ്ഥലങ്ങളിലൊക്കെ പോകേണ്ടതെന്നല്ല, പ്രത്യേകിച്ച് ധ്യാനകേന്ദ്രങ്ങളിൽ പോകണം. പക്ഷെ എന്നും ധ്യാനകേന്ദ്രങ്ങളിൽ നമ്മൾ ആയിരിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ ശുശ്രൂഷ പറഞ്ഞ് മനസ്സിലായോ? ധ്യാനകേന്ദ്രങ്ങളിൽ നമ്മൾ പോകണം, ഒരു വർഷത്തിൽ 1 or 2 ഒക്കെ പോകാം. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടുന്ന ഇന്നത്തെ വലിയ വിഷയമാണ്. ഏറ്റവും വലിയ അനുഗ്രഹം ഇവിടെ ഉള്ളത് നമ്മുടെ ഇടവകയിൽ. അത്ഭുതം നമ്മൾ മറന്നിട്ടാണ് നമ്മൾ മറ്റു സ്ഥലങ്ങളിലേക്ക് ഓടുന്നത്. എൻ്റെ അനുഭവത്തിൽ അവസാനം ഞാൻ ചേർത്ത് പറഞ്ഞോളാം, വിശുദ്ധ കുർബാനയുടെ ആരാധനയിലൂടെ സ്നേഹമുള്ളവരെ, ഞാനും നിങ്ങളും വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നടക്കാത്ത ഒരു അത്ഭുതവുമില്ല. ഞാനും നിങ്ങളും എൻ്റെ പ്രതിസന്ധിയിൽ, നിങ്ങളുടെ പ്രതിസന്ധികളിൽ കർത്താവിനെ വിളിച്ച്, കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നടക്കാത്ത ഒരു കാര്യവുമില്ല. അപ്പോൾ ഓർക്കേണ്ട കാര്യം ഇതാണ്, എൻ്റെയും നിങ്ങളുടെയും ഇടവകയിൽ കർത്താവിന് മുൻപിൽ ചെന്ന് കണ്ണുനീരോടെ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം. തീർച്ചയായും ധ്യാനകേന്ദ്രങ്ങൾ നമ്മൾ അതിനുവേണ്ടി ഒരുക്കും. നമ്മൾ ആ ഒരു ഇടയ്ക്ക് പോകുന്നത് നല്ലതാണ്, തീർച്ചയായിട്ടും പോകണം. പക്ഷേ ഓർക്കേണ്ട കാര്യം ഇതാണ്, എൻ്റെ ഇടവക വിശുദ്ധ കുർബാന മറന്ന്, എൻ്റെ ഇടവകയിലെ പ്രവർത്തനം മറന്ന് ഒരിക്കലും എന്ത് ചെയ്യരുത്. ഒരിക്കലും മറ്റ് ധ്യാനകേന്ദ്രങ്ങളിൽ ഒരു വർഷത്തെ ഒഴുകി പോകുന്നല്ലേ പറഞ്ഞത്, എല്ലാ ദിവസവും പോകുമ്പോൾ അതിൻ്റെ അനുഗ്രഹങ്ങൾ എന്ത് ചെയ്യും? പ്രത്യേകിച്ച് കൂടുതൽ കിട്ടുന്നില്ല. പിന്നെയോ എൻ്റെ ഇടവകയിലുള്ള കർത്താവാണ് ഇവിടെ ഉള്ളത്. ഈ ലോകത്ത് എവിടെ ചെന്നാലും ഉള്ളത്. അതിൽ വ്യത്യാസ അഭിപ്രായം ആർക്കെങ്കിലുണ്ടോ? എൻ്റെ ഇടവകയിൽ യേശു ഇച്ചിരി വിഷയമുണ്ട്, കുറവാണ്, മറ്റിടത്ത് അനുഗ്രഹം കൂടുന്ന ആർക്കെങ്കിലും ചിന്തയുണ്ടോ? ഓക്കെ, സ്നേഹമുള്ളവർ ഓർക്കേണ്ട കാര്യം ഇതാണ്, ഇടവകയിലെ വിശുദ്ധ കുർബാനയുടെ ആരാധന മുൻപിൽ, വിശുദ്ധ കുർബാനയുടെ മുൻപിൽ നാം ആയിരിക്കും എന്ത് ചെയ്യും?
നമുക്ക് അനുഗ്രഹം കിട്ടും. ഇടവകയിൽ വിശുദ്ധ കുർബാന ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അനുഗ്രഹം കിട്ടുമെന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഇടവകയിൽ നമ്മൾ സജീവമായി പങ്കെടുക്കുവാനും പ്രാർത്ഥനയിൽ, വിശുദ്ധ കുർബാനയിൽ, ഞാൻ സ്നേഹത്തോട് പറയുന്നത്, ഞാൻ ചെയ്യുന്നൊരു പ്രവൃത്തി അല്ലെങ്കിൽ അതിൻ്റെ അനുഭവം അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുന്ന പ്രവൃത്തി ഞാൻ പറയാം. വിശുദ്ധ കുർബാനയിൽ ഒരു നിയോഗം അച്ഛൻ വെക്കും, ഇല്ലേ? അച്ഛനൊരു നിയോഗം വെക്കും. പക്ഷേ ഓർക്കേണ്ട കാര്യം ഇതാണ്, നമുക്കെല്ലാവർക്കും ഒരു വ്യക്തിപരമായ നിയോഗം ഉണ്ടാവണം, അല്ലേ? നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിയമം പറഞ്ഞിട്ടുണ്ടാവും. അത് വലിയൊരു സത്യമാണ്. ഈ വിശുദ്ധ ബലി അർപ്പിക്കാൻ പോകുമ്പോൾ ചെയ്യണം, നമ്മൾ ആദ്യം ഈ നിയോഗം പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇടയ്ക്കൊക്കെ ഈ നിയോഗം നമ്മുടെ മനസ്സിൽ ഓർത്ത് പ്രാർത്ഥിക്കും. സ്നേഹമുള്ളവരെ ഓർക്കുക, അതിൽ നമുക്ക് ദൈവിക അനുഗ്രഹം ഉണ്ടാവും. ഓർക്കേണ്ട ഒരു കാര്യം, പ്രത്യാശയോടെ വിശ്വാസത്തോടെ ഞാൻ നിങ്ങൾ പ്രാർത്ഥിച്ച് എന്ത് ചെയ്യും? നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിക്കും, നമ്മെ ശക്തിപ്പെടുത്തും. അതുകൊണ്ട് എന്ത് ചെയ്യണം സ്നേഹമുള്ളവരെ, ഈ സമയത്ത് നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്കൊക്കെ ഒന്ന് കിടക്കാം. ഇതുപോലെ പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങളാണോ എന്നൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. നിങ്ങൾ എല്ലാവരും ആദ്യം എന്ത് വിഷയം കേട്ടോ ആദ്യം ഓടിച്ചെന്ന് പ്രാർത്ഥിക്കണോ? ഉണ്ടാകും, തീർച്ചയായും അങ്ങനുണ്ട്, തീർച്ചയായും അങ്ങനെയുള്ളവരുണ്ട്. പക്ഷെ ഞാൻ എല്ലാം പറഞ്ഞത് കാര്യം ഇതാണ്, നമ്മൾ ആദ്യം ആശ്രയിക്കേണ്ടത് എന്താണ്? ദൈവത്തെയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ ചിന്തിക്കണം. ഉദാഹരണത്തിന് നമുക്കൊരു പക്ഷേ ഇതിലെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ നിയമപരമായിട്ട് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കാതെ പ്രാർത്ഥിച്ചാൽ മാത്രം ജയിക്കുമെന്ന് പറയാൻ ആരും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പഠിക്കണം, പഠിച്ചാലേ വരാം. അതിനുള്ള ബുദ്ധി ജ്ഞാനവും ഓർമ്മയൊക്കെ ആര് തരും? കർത്താവ് വരും. അതുകൊണ്ട് പിന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ പ്രാർത്ഥിക്കാനുള്ളത് നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ച് ദൈവത്തിന് മുന്നിൽ അനുവാദം വഹിച്ചിട്ട് നമ്മൾ പോകാൻ. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി കുറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ ദാനിയേൽ നോറ്റ നോമ്പ്, അത് ഞാൻ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. ദാനിയേൽ പ്രവാചകൻ എന്ത് ചെയ്തു? നോമ്പ് നോറ്റിട്ടുണ്ട്, അല്ലേ? അതിന് സിമ്പിളായിട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. ദാനിയേൽ നോക്കുമ്പോൾ ദൈവത്തെ കണ്ടെന്നാ പറഞ്ഞല്ലേ? ദൈവത്തിന് പ്രകാശിക്കുന്ന മുഖം കണ്ടു. അതുപോലെ ചേർത്ത് പറഞ്ഞൊരു കാര്യം എന്താണ്? ദാനിയേലിന്റെ നോമ്പിന്റെ, ദാനിയേൽ നോമ്പ് നോക്കാൻ ഇരുന്നപ്പോൾ അവനെതിരെ ദുഷ്ടപിശാചികളുടെ ഉപദ്രവമുണ്ടായി, അല്ലേ? നമുക്കത് വലിയ പ്രതിസന്ധിയാണ്. നമ്മൾ നോമ്പ് നോക്കുമ്പോൾ ഒരിക്കലും കിട്ടാത്ത സാധനങ്ങളൊക്കെ സ്പെഷ്യലായിട്ടുള്ള കഴിക്കാനുള്ള സാധനം കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആരെങ്കിലും ഇന്ന് ചൂടാകത്തില്ലെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ദേഷ്യപ്പെടത്തില്ലെന്നോ തീരുമാനിച്ച് കുമ്പസാരിച്ച് അങ്ങോട്ട് പോകുമ്പോഴായിരിക്കും ലോകത്തിൽ ഒരിക്കലും ഇല്ലാത്ത ദേഷ്യപ്പെടേണ്ട പ്രവൃത്തിയിലുള്ള ഒരു കാര്യം ആരെയും നമ്മളോട് ചെയ്യുന്നില്ലേ? ഇതൊരു സത്യമല്ലേ? ഞാൻ കുമ്പസാരിക്കുന്ന ആളുകളൊക്കെ തീർച്ചയായിട്ടും കുമ്പസാരിച്ച് പോകുമ്പോൾ നിങ്ങളല്ലേ ഒരു സത്യമാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഓർക്കേണ്ട കാര്യമാണ്, നമ്മൾ വലിയൊരു പാട്ടൊക്കെ പാടും, എൻ്റെ പക്കം ആരുണ്ട്? ദൈവദൂതന്മാരുണ്ട് എന്നരികിൽ ഒരു പാട്ടിലൊക്കെ പാടും, അല്ലേ? അപ്പോൾ സ്നേഹമുള്ള നമ്മുടെ പ്രതിസന്ധിയിൽ നമ്മളെ സഹായിക്കാൻ ദൈവദൂതന്മാരുണ്ട്. അപ്പോൾ ഓർക്കേണ്ട കാര്യമാണ്, ദാനിയേൽ നോമ്പ് നോറ്റപ്പോൾ അവന് പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് പിശാചിന്റെ ദൂതം വരുന്നത്. അപ്പോൾ ആരാണ് പ്രധാന സൈന്യാധിപൻ? ആരാണ്? വിശുദ്ധ മിഖായേൽ അവന് വേണ്ടി വന്നു. സ്നേഹമുള്ളവരെ ഓർക്കേണ്ട സിമ്പിളായിട്ടൊരു കാര്യമാണല്ലോ. ഓർക്കേണ്ട കാര്യം ഇതാണ്, പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടായാൽ ആര് വരും? ദൈവം നേരിട്ടിറങ്ങി വരും. ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മുടെ പ്രതിസന്ധി വലുതാണെന്ന് നമ്മളൊക്കെ ചിന്തിച്ച് നമ്മുടെ മനക്കോട്ട വെച്ചാലും സ്നേഹമുള്ളവരെ ഓർക്കേണ്ട കാര്യം ഇതാണ്, എൻ്റെ നിങ്ങളുടെ പ്രതിസന്ധിയിൽ ശക്തിപ്പെടുന്ന ആര് വരും? ദൈവദൂതൻ. ദൈവം തൻ്റെ മുഖ്യദൂതനെ നമുക്ക് വേണ്ടി അയക്കും. നിങ്ങൾ പ്രാർത്ഥിക്കാനുണ്ടാവില്ലേ? വിശുദ്ധ മിഖായേലിന്റെ മാധ്യസ്ഥമൊക്കെ തേടി പ്രാർത്ഥിക്കുന്ന വലിയ സംരക്ഷണമാണ്, വലിയ അനുഗ്രഹമാണ്. അനുഭവത്തിന്റെ വെളിച്ചത്തിലൂടെയാണ് നിങ്ങളോട് പറയുക. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നേ ഉള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് വിശുദ്ധ മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥനയൊക്കെ നമ്മൾ വലിയ അനുഗ്രഹമാണ്. അപ്പോൾ ഓർക്കേണ്ട കാര്യം ഇതാണ്, ദാനിയേലിന്റെ നോമ്പ് ആരാണ് സഹായിച്ചത്? വിശുദ്ധ മിഖായേൽ മാലാഖ സഹായിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഇതിനോട് ചേർത്ത് നമ്മൾ പറയേണ്ട കാര്യം ഇതാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു വിഷയം പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ഉണ്ടാവില്ലേ? നമ്മൾ വർഷത്തോളം പ്രാർത്ഥിക്കുന്നവരുണ്ട്, അല്ലേ? പ്രാർത്ഥിച്ചിട്ട് ഉത്തരമില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥന നിർത്തണം. അങ്ങനെയാണ് ജോബിന്റെ പ്രാർത്ഥനയായിരുന്നു ഏറ്റവും പരാജയം, അല്ലേ? പക്ഷെ ജോബിന്റെ പ്രാർത്ഥനയിൽ പ്രതിസന്ധി മാറിയോ? പ്രതിസന്ധി മാറി. പക്ഷേ അനേകം നാളുകളെടുത്തില്ല, അനേകം വർഷങ്ങളെടുത്തതിന് ശേഷമാണ് അവൻ്റെ പ്രതിസന്ധി മാറും. പക്ഷെ ഓർക്കേണ്ട കാര്യം ഇതാണ്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ അഗസ്ത്യൻ പറയും, നമ്മുടെ ചിന്തയിലല്ല പിന്നെയോ എന്താണ് ദൈവം നമുക്കൊരു നന്മ നീട്ടിവെക്കുന്നുണ്ട്. എന്താണ് ആ ദൈവത്തിന്റെ ഉപരി നന്മയ്ക്കാണ്. അതായത് നമുക്കൊരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ തിന്മ ഉണ്ടാകുമ്പോൾ അത് മാറുന്നില്ല എന്ന് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വിഷമിക്ക് ഓർക്കേണ്ട കാര്യം നമ്മുടെ ഉപരി നന്മയ്ക്ക് വേണ്ടി ദൈവം ചില കാര്യങ്ങൾ മാറ്റിവെക്കും. വളരെ അത് ഓർക്കുക. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ ഉത്തരവില്ലെന്നൊക്കെ തോന്നുന്ന ചില അനുഭവങ്ങളുണ്ടാകാം. പക്ഷെ ഓർക്കേണ്ട കാര്യം ഇതാണ്, ദൈവം നമ്മുടെ ഉപരി നന്മയ്ക്ക് വേണ്ടി നമ്മുടെ കുടുംബങ്ങളിൽ വലിയ സമാധാനം ഉണ്ടാകുന്ന വലിയ അവസരവും അനുഭവവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി വെക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവമുള്ളവരൊക്കെ ആകാം, അനുഭവമുള്ളവരാണല്ലേ? ദൈവം നമ്മുടെ ഉപരി നന്മയ്ക്ക് വേണ്ടി അവൻ നമുക്ക് വേണ്ടി കരുതി വെക്കും. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് നോമ്പ് നോക്കുമ്പോൾ എന്താണ് ആ ഒരു ഡിസിപ്ലിൻ്റെയും കൂടെ, അല്ലേ? നമ്മുടെ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ നോമ്പ് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നിങ്ങൾ പറ്റുന്നില്ലേ
ഫോണ് ഇത്ര നാളത്തേക്ക് ഉപയോഗിക്കത്തില്ലെന്ന് പറയണ്ട, അത് വലിയ പാടായിരിക്കും. പക്ഷേ ഇത്ര സമയത്തേക്ക് ഞാൻ ഉപയോഗിക്കത്തില്ലെന്ന് തീരുമാനം എടുത്തെന്ത് ചെയ്യും? അത് മറ്റൊരു നന്മയാവും. ഏതാണ്? പഠിക്കാൻ നല്ലപോലെ പറ്റും. അത് പഠിക്കാൻ പറ്റുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ എന്തായി, കുടുംബത്തിൽ ഇപ്പോഴത്തെ ഏറ്റവും വിഷയം എന്ന് പറഞ്ഞാൽ എല്ലാം ഫുഡും നമ്മൾ സ്ഥിരം പോയി പുറത്തുനിന്ന് കഴിക്കും. ഈ 50 ദിവസം എന്ത് ചെയ്യാം? ഫുഡ് വീട്ടിൽ തന്നെ വെക്കുവാണെന്ന് ചിന്തിച്ചാൽ കുറച്ചുകൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും അതുപോലെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും. പക്ഷേ അതുപോലെ ചേർത്ത് പറയുന്നൊരു കാര്യം ഇതാണ്, നോമ്പിൻ്റെ ഈ സമയത്ത് നമ്മുടെ കുടുംബങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടൊരു കാര്യമാണ്, പക്ഷെ വലിയ ടാസ്ക്കുമാണ്. ഏതാണെന്നറിയോ? ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും എന്നെടുക്കുന്ന തീരുമാനം. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും എല്ലാം അങ്ങനെ ആണല്ലോ. അല്ല, ഇല്ലേ? പല സമയത്തുമൊക്കെ എന്ത് ചെയ്യും? നമ്മൾ ഒരു സമയം വെച്ചാൽ നമ്മുടെ പ്രാർത്ഥന കൂടുതൽ അങ്ങനെ ഉള്ള വീടുകളുണ്ട്. ഞാൻ ഇപ്പം പറയുമ്പോൾ എല്ലാം ഇല്ലെന്നുള്ള രീതിയല്ല പറയുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മനസ്സിലാകുന്ന ഒരു വലിയ കാര്യമാണ്, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന രീതിയൊക്കെ മാറി വരുന്ന വലിയ കാലഘട്ടമാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ ഓർക്കേണ്ട കാര്യം ഇതാണ്, പ്രത്യേകിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതും ഒരു അനുഗ്രഹമാണ്, അല്ലേ? പണ്ടൊക്കെ അങ്ങനെ ഇല്ലാത്തത് അവസ്ഥയിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടിരുന്ന വലിയൊരു കാലഘട്ടമുണ്ട്. അപ്പോൾ ഓർക്കേണ്ട കാര്യം ഇതാണ്, നമ്മുടെ നോമ്പ് സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് നമ്മുടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുമ്പോൾ അതൊരു അനുഗ്രഹമായി മാറും. അതുപോലെ തന്നെ ചേർത്ത് പറയാനുള്ളത്, ഞാൻ പറഞ്ഞു വയ്ക്കുക, ചില അനുഭവങ്ങൾ പറയാമെന്ന് പറഞ്ഞല്ലോ. പ്രത്യേകിച്ച് വിശുദ്ധ കുമ്പസാരം എന്താണ്? വിശുദ്ധ കുമ്പസാരത്തിന് വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? ആത്മാവിൻ്റെ കഴുതൽ. ധന്യൻ മാർ യോഹന്നാനോസ് പിതാവ് പറഞ്ഞാണ്, ആത്മാവിൻ്റെ കുളിയാണ് വിശുദ്ധ കുമ്പസാരം, ആത്മാവിൻ്റെ ഊണാണ് വിശുദ്ധ കുർബാന. അപ്പോൾ ആത്മാവിനെ കഴുകി ശോധന ചെയ്യുന്നല്ലേ? അതിന് 5 കാര്യങ്ങളൊക്കെ നല്ല കുമ്പസാരത്തിന് വേണ്ടേ? അങ്ങനെയൊക്കെ ഇല്ല, എന്തായാലും കുമ്പസാരിക്കുമ്പോൾ എന്തെല്ലാം കൂടി ചേർത്തല്ലേ കുമ്പസാരിക്കും, അല്ലേ? അങ്ങനെയാണോ? ആത്മശോധന, മനസ്താപം, ഏറ്റുപറച്ചിൽ, ദൃഢനിശ്ചയം, പ്രായശ്ചിത്തം. ഓർഡറാണോ? ഓക്കെ, ഈ 5 കാര്യങ്ങളാണ് നമുക്ക് ഒരു നല്ല കുമ്പസാരത്തിന് വേണ്ടത്. അപ്പോൾ ഓർക്കേണ്ട കാര്യം ഇതാണ്. ഈ 5 ഞാൻ കുമ്പസാരത്തെക്കുറിച്ച് ഒരു സിമ്പിളായിട്ട് പറയാൻ വേണ്ടിയാണ്. അന്നേരം അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ ഇത് ഓരോ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുള്ളവരാണല്ലേ? നിങ്ങൾ പഠിച്ചപ്പം പ്രധാന കാര്യം ഓർത്തില്ലെന്നേ ഉള്ളൂ, ബാക്കി കാര്യം നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നമ്മളെ സഭ പഠിപ്പിക്കുമ്പോൾ എന്താണ്? ഈ വിശുദ്ധ കുമ്പസാരം നടത്തുമ്പോൾ എന്താണ്? സ്നേഹമുള്ളവരെ ഓർക്കുക, ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ പ്രതിസന്ധിയാണ്, കുമ്പസാരിച്ച വീണ്ടും ഞാൻ പാപത്തിൽ വീഴും, അതുകൊണ്ട് എന്ത് ചെയ്യാം? കുമ്പസാരം മാറ്റി വയ്ക്കാമെന്ന് ചിന്തിക്കുന്ന വലിയ ചിന്തയുണ്ടാകും. പക്ഷെ ഓർക്കേണ്ട കാര്യം ഇതാണ്, പ്രത്യേകിച്ച് ഡാനിയേൽ പോളിലച്ചൻ്റെ ഒക്കെ പ്രസംഗത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. അച്ഛൻ പറഞ്ഞത് വലിയ സത്യമാണ്. വിശുദ്ധ കുമ്പസാരത്തിൻ്റെ അവസരത്തിൽ നല്ല രീതിയിൽ വെറുതെ കുമ്പസാരിച്ചപ്പോഴല്ല, ആ വിശുദ്ധ കുർബാനയുടെ മുൻപിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് കുമ്പസാരിച്ചപ്പോൾ എന്ത് ചെയ്തു? ക്യാൻസർ രോഗം പോലും മാറിയ വലിയ അത്ഭുതങ്ങളുണ്ട്. വെറുതെ പറഞ്ഞല്ല, ഇത് അച്ഛൻ്റെ പ്രസംഗം നോക്കും, കുമ്പസാരത്തെക്കുറിച്ചുള്ള പ്രസംഗമുണ്ട്, അത് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഓർക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ അതുപോലെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ധ്യാനിപ്പിച്ച ഒരു അച്ഛൻ പറഞ്ഞൊരുവാണ്, അദ്ദേഹം ഒരു സൈക്കോളജിയിൽ, അതായത് പ്രത്യേകിച്ച് കൗൺസിലിംഗ് സെക്ഷനിലുള്ള ഒരു വ്യക്തി പറഞ്ഞാണ്, ഒരു ഡോക്ടർ, അതായത് ബാംഗ്ലൂർ ഡോക്ടർ പറയുന്ന കാര്യം, പേര് ഞാൻ മറന്നുപോയത് അതുകൊണ്ടാണ് ഡോക്ടർ പേര് പറയാത്തത്. അതായത് ആ ഡോക്ടർ പറയുന്നൊരു കാര്യം ഇതാണ്, ആരെങ്കിലും ഒരു വ്യക്തി, അതായത് ആ ഡോക്ടറിൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വേണ്ടി ചെന്ന് അദ്ദേഹം പറയും, കൗൺസിലിംഗ് മീൻസ് എന്തെങ്കിലും സൈക്കോളജിക്കൽ പ്രോബ്ലമായിട്ട് ചെന്ന് അദ്ദേഹം പറയും, ആദ്യം കത്തോലിക്കരാണ് പറയും, നിങ്ങൾ ആദ്യം പോയി നല്ല രീതിയിൽ ഒരു കുമ്പസാരം നടത്തിയിട്ട് വരാൻ പറയും. അങ്ങനെ അച്ഛൻ ഈ ഡോക്ടറോട് ചോദിച്ചപ്പം ഡോക്ടർ പറഞ്ഞ ഉത്തരമാണ്, ഒരു 75% എന്ത് ചെയ്യും? വിശുദ്ധ കുമ്പസാരം നടത്തിയാൽ മനസ്സിൻ്റെ പ്രശ്നം തീർന്നു, പിന്നെ ബാക്കി ഞാൻ പരിഹരിച്ചാൽ മതി. ആ ഡോക്ടർക്ക് പോലും ആ സത്യം അറിയാം. സ്നേഹമുള്ളവരെ ഓർക്കേണ്ട കാര്യം ഇതാണ്, വിശുദ്ധ കുമ്പസാരം നടത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? നമ്മൾ നവീകരിക്കപ്പെടും. അതുകൊണ്ട് ചേർത്ത് പറയേണ്ട കാര്യമാണ്, ഒരാൾ കുമ്പസാരിക്കുകയാണ്, അച്ഛൻ ഞാൻ കയറ് മോഷ്ടിച്ചു എന്ന് കുമ്പസാരിച്ചാൽ അങ്ങനെ അച്ഛൻ ചോദിക്കേണ്ടി വരില്ല, മോനെ അറ്റത്തൊരു പശു ഉണ്ടായിരുന്നു എന്ന് ചോദിക്കേണ്ടി വരില്ല. അങ്ങനെയല്ല നമ്മുടെ കുമ്പസാരം. ഒരു പാപം ഉണ്ടെങ്കിൽ പാപം പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം? ഏറ്റു പറഞ്ഞാലേ കുമ്പസാരം പൂർണ്ണമാകത്തുള്ളൂ. എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്, കള്ളക്കുമ്പസാരം നടത്തിയാൽ, അതായത് ഞാൻ അറിഞ്ഞുകൊണ്ട്, അങ്ങനെയാണ്, ബോധപൂർവം അറിഞ്ഞുകൊണ്ട് ഞാനൊരു പാപം മറച്ചു വെച്ചാൽ അത് കുമ്പസാരം പൂർണ്ണമാണോ? അത് പാപമോചനം ഇല്ല അതിന്. അതാണ് പഠിപ്പിക്കുക. അതായത് ആ കുമ്പസാരം ഇൻവാലിഡ് എന്ന് പറയുന്നത്, കുമ്പസാരം പൂർണ്ണമല്ല. അപ്പോൾ ഓർക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ അറിഞ്ഞുകൊണ്ട് ബോധപൂർവ്വം, മറന്നു പോകുന്ന ഓക്കെ, അതിൽ നമ്മൾ കുമ്പസാരിക്കും, വിശുദ്ധ കുമ്പസാരം നടത്തുമ്പോൾ ചെയ്യേണ്ടതാണ്, നമ്മൾ ബോധപൂർവം ഒരു കാര്യം അല്ലെ, അച്ഛൻ കേട്ടെന്ത് ചെയ്യും, അറിയാവുന്ന ആളല്ലേ,
അങ്ങനെയല്ല. അതിനപ്പുറം ദൈവമാണ്, കർത്താവായ യേശുമിശിഹായാണ് ഈ കുമ്പസാരത്തിൽ നമ്മോടുകൂടി നമുക്ക് പാപമോചനം തരുന്നെന്ന് എപ്പോഴും ഓർക്കണം. പക്ഷേ ഞങ്ങളൊരു പെട്ടെന്നാണ് പറഞ്ഞു വയ്ക്കുക. ഓർക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ ഒരിക്കലും അതുകൊണ്ട് ഓർക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ കള്ളക്കുമ്പസാരം നമുക്ക് നടത്തുമ്പോൾ നമുക്ക് കിട്ടേണ്ട കൃപ കൂടി നഷ്ടപ്പെടുത്തുകയാണ്. എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ എല്ലാ ആഴ്ചയും വിശുദ്ധ കുമ്പസാരം നടത്തും. കാരണം കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്നും പോയി വിശുദ്ധ കുമ്പസാരം നടത്തി. അതുകൊണ്ട് എനിക്ക് പേടിയില്ല, ഞാനൊരു അച്ഛനാണ്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും പേടിക്കുന്നത് ഞാനല്ലേ, നിങ്ങളെ കാട്ടും. ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആരാണ്? ചിന്തിച്ച ഞാനല്ലേ. പക്ഷേ സ്നേഹമുള്ള ഞാൻ പറയാം, എല്ലാ ആഴ്ചയും കുമ്പസാരിക്കാൻ എനിക്ക് വലിയ സന്തോഷമാണ്. അതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ മനസ്സിൽ വലിയ ടെൻഷനൊന്നും വരത്തില്ല. ടെൻഷനിലൊന്നും പറയത്തില്ല കേട്ടോ, അങ്ങനെ പറഞ്ഞാൽ കളവായി പോകും. ടെൻഷനൊന്നും വലുതായിട്ട് വരത്തില്ല. നമുക്ക് ഒരു കാര്യം വളരെ പ്രാർത്ഥിക്കാൻ പറ്റും. പിന്നെ അതുപോലെ എന്താണ്, പ്രാർത്ഥിക്കുന്നത് പറഞ്ഞല്ല, ദൈവം സഹായിക്കും. പിന്നെ അതുപോലെ എന്താണ്, നമുക്ക് വലിയ പിണക്കങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഈ പിണക്കം വെച്ചാലല്ലേ പകുതി എന്താ നമ്മുടെ മനസ്സിനെ ഈ സംഘർഷം ഇട്ട് അല്ലേ, ടെൻഷൻ ഇട്ടിട്ട് പോകണ്ടേ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകാതെ നമുക്ക് ദൈവം ഒരു അനുഗ്രഹം തരും. അതുകൊണ്ട് ഓർക്കേണ്ട കാര്യം, നല്ല വിശുദ്ധ കുമ്പസാരം നടത്തുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് അനുഗ്രഹം ഉണ്ടാകും. അതുപോലെ